ഹലോ മക്കളെ, CH4, CH2 ഡബിൾ ബോണ്ട് CH2 ഇതൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മീതേനാണോ ഈതീനാണോ ഇനി അഥവാ പ്രൊപ്പീനാണോ അങ്ങനെയൊക്കെ ഡൗട്ട് വരാറുണ്ടോ? അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? പൊതുവെ എല്ലാവരും മൈൻഡിലുള്ള ഒരു ധാരണ എന്ന് പറയുന്നത് ഓർഗാനിക് കെമിസ്ട്രി ടഫ് ആണെന്നാണ്. പക്ഷെ ശരിക്കും ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്ക് അതിലത്തെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള റൂളും പിന്നെ കുറച്ച് അതിന്റെ കോൺസെപ്റ്റ് എല്ലാം സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. സോ മക്കളെ, വെൽക്കം ടു സ്റ്റഡി വേക്ക്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ 10ാം ക്ലാസ് കെമിസ്ട്രിയിലത്തെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആയിട്ടില്ലേ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമർസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അല്ലെങ്കിൽ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമർസും. അപ്പൊ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി 10ാം ക്ലാസ്സിലാണോ ആദ്യമായിട്ട് പഠിക്കുന്നത്? അല്ലല്ലോ. 9ാം ക്ലാസ്സിൽ നിങ്ങളെ ലാസ്റ്റത്തെ ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി അല്ലെങ്കിൽ മലയാളം മീഡിയത്തിലത്തെ കുട്ടികളാണെങ്കിൽ കാർബണിക രസതന്ത്രം എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടില്ലെന്ന്. അതുകൊണ്ട് തന്നെ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 9th പഠിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് എഴുതുന്നുണ്ടാവും. ഹൈഡ്രോ കാർബണ്, ആൽക്കേന്, ആൽക്കീന്, ആൽക്കൈന്, കാർബണിന്റെ വാലൻസി, IUPAC നോമൻക്ലേച്ചർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് എഴുതുന്നുണ്ടാവും. അതിൽ ചില മക്കളെ മൈൻഡിലേക്കാണെങ്കിൽ അത് കറക്റ്റ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് പക്ക എല്ലാത്തിന്റെയും ആൻസർ കിട്ടുന്നുണ്ടാവും. ചില കുട്ടികൾക്കാണെങ്കിൽ ചെറിയൊരു സംശയം ഉണ്ടാവും, ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാവും, എന്നാലും കറക്റ്റ് ചിലപ്പം അത്ര കിട്ടുന്നുണ്ടാവില്ലായിരിക്കും. എന്നാൽ ചിലർക്കാണ് മൊത്തത്തിലൊരു പുകയായിരിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഈ 10th ഈ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമർസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആയിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് ഈ 9th നമ്മൾ പഠിച്ച് ഈ ഒരു പോയിന്റ്സ് എല്ലാം സെറ്റ് ആക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ ഈ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമർസ് എന്ന് പറഞ്ഞ ആ ചാപ്റ്ററിലേക്ക് പോവാതെ ഫസ്റ്റ് ഈ 9th പഠിച്ച് ഈ ഒരു കോൺസെപ്റ്റ് എല്ലാം ഒന്ന് സെറ്റ് ആക്കിയിട്ട് നമ്മുടെ 10th ചാപ്റ്ററിലേക്ക് പോവാം. ഇതൊരിക്കലും നിങ്ങൾക്ക് ഒരു വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കൂല. കാരണം നമ്മൾ ഈ പറയുന്ന ഓരോ പോയിന്റും നിങ്ങൾക്ക് 10th ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആണെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് 10th ചാപ്റ്റർ ഒരു ഡൗട്ടും ഇല്ലാണ്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കിയാലോ. അതിൽ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതാണ് കാർബണിന്റെ വാലൻസി. നിങ്ങൾ ഓൾറെഡി 8th 9th ആയിട്ട് പഠിച്ചിട്ടുള്ളതായിരിക്കും. കാർബണിന്റെ വാലൻസി പറയുന്നത് 4 ആണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ 9th ചാപ്റ്ററിലത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന പറയുമ്പോൾ 9th ചാപ്റ്ററിലത്തെ ഓരോ പോയിന്റ് എടുത്തിട്ട് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നതല്ല. ആ 9th നിങ്ങൾ പഠിച്ചതിൽ നിങ്ങളുടെ ഈ ചാപ്റ്ററിലേക്ക് 10th ഈ ചാപ്റ്ററിലേക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് ആ ഒരു പോയിന്റ് മാത്രം, അതിൽ വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മളിപ്പം പറയുന്നത്. അപ്പം നിങ്ങൾ 9th പഠിച്ചതും 10th ഇപ്പൊ ആവശ്യമായിട്ടുള്ളതിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കാർബണിന്റെ വാലൻസി. കാർബണിന്റെ വാലൻസി പറയുന്നത് 4 ആണ്. ഈ കാർബണിന്റെ വാലൻസി 4 ആവാനുള്ള കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. എന്നാലും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒന്ന് വേഗം പറയാം. കാർബണിന്റെ അറ്റോമിക് നമ്പർ പറയുന്നത് 6 ആണ്. കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആയതുകൊണ്ട് തന്നെ കാർബണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2 4 ആണ്. അതായത് K ഷെല്ലിൽ 2 ഇലക്ട്രോണും L ഷെല്ലിൽ 4 ഇലക്ട്രോണും. നമ്മളിപ്പോൾ അതിന്റെ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കുന്നെങ്കിൽ ഫസ്റ്റ് എന്ന് വരക്കണം, ഒരു ന്യൂക്ലിയസ് വരക്കണം, പിന്നെ K ഷെല്ല്, പിന്നെ L ഷെല്ല്. അതിലത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ K ഷെല്ലിൽ 2 ഇലക്ട്രോണ്, L ഷെല്ലിൽ 1 2 3 4, ഇങ്ങനെ ടോട്ടല് 4 ഇലക്ട്രോൺ ഉള്ളത്. അപ്പൊ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺ പറയുന്നത് 4 ആണ്. നമുക്കറിയാം ഏതൊരു ആറ്റാണെങ്കിലും അത് സ്റ്റേബിൾ ആവണമെങ്കിൽ എന്താ വേണ്ടത്? അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വേണം. ഇപ്പൊ നമ്മുടെ കാർബണിൽ എത്ര ഇലക്ട്രോൺസ് ഉള്ളത്? 4 ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പൊ ഇനി സ്റ്റെബിലിറ്റി കൈവരിക്കാൻ എത്ര ഇലക്ട്രോൺ കൂടി വേണം? 4 ഇലക്ട്രോണും കൂടി വേണം. സോ അതുകൊണ്ടാണ് പറയുന്നത് കാർബണിന്റെ വാലൻസി പറയുന്നത് 4 ആണ്. സോ നമ്മൾ ഫസ്റ്റ് പഠിച്ച പോയിന്റ് ആണ് വാലൻസി ഓഫ് കാർബൺ ഈസ് 4. ഇനി ഈ വാലൻസി ഓഫ് കാർബണ് നമ്മളെ ഈ 10th ചാപ്റ്ററിൽ എങ്ങനെ ആവശ്യമായിട്ട് വരില്ലെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഈ 10th ചാപ്റ്റർ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അതിൽ ഒരുപാട് സ്ട്രക്ചർ വരയ്ക്കാനുണ്ട്. അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് നിങ്ങൾ 9th പഠിച്ച ഹൈഡ്രോ കാർബൺ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സ്ട്രക്ചർ വരയ്ക്കാനുള്ളത്. ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് കാർബണും ഹൈഡ്രജനും ഉള്ള കോമ്പൗണ്ട് ആണ്. അപ്പൊ ഈ കാർബണിന്റെ വാലൻസി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ സ്ട്രക്ചറിൽ നല്ല അടിപൊളിയായിട്ട് ഒരു ഡൗട്ടും ഇല്ലാണ്ട് വരച്ചെടുക്കാൻ പറ്റൂ. ഓക്കെ ആണോ?
അപ്പൊ ഈ കാർബണിന്റെ വാലൻസി 4 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ കാർബൺ ഹാസ് ദ എബിലിറ്റി ടു ഫോം 4 കെമിക്കൽ ബോണ്ട് വിത്ത് അതർ ആറ്റം. അതായത് കാർബൺ ഈ ബാക്കിയുള്ള ആറ്റമായിട്ട് എത്ര കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും? 4 കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ നിങ്ങൾ ഓൾറെഡി 8th 9th പഠിച്ച കാര്യമാണ് കാർബണിലത്തെ ടൈപ്പ് ഓഫ് ബോണ്ടിങ് എന്ന് പറയുന്നത് കോവാലന്റ് ബോണ്ടിങ് ആണ്. പിന്നെ കാർബണിൽ നടക്കുന്നത് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ആണെന്നുള്ള പോയിന്റിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചാണ്. നമ്മൾ അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും വീഡിയോ കാര്യമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ചിട്ട് നിങ്ങൾ കമന്റ് ചെയ്താൽ എന്തായാലും അതിന്റെ റിപ്ലൈ തരും. ഓക്കെ. അപ്പം കാർബണിന്റെ വാലൻസി 4 എന്ന് ഉദ്ദേശിക്കുന്നത് കാർബണിൽ ബാക്കിയുള്ള ആറ്റമായിട്ട് 4 കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ കാർബണിന്റെ സ്ട്രക്ചർ വരയ്ക്കുന്ന സമയത്ത് കാർബണിന് ചുറ്റും എത്ര ബോണ്ട് വരക്കണം? 4 ബോണ്ട് വരക്കണം. കാർബണിന്റെ ഏതൊരു സ്ട്രക്ചർ വരക്കുന്ന സമയത്തും കാർബൺ എന്ന് പറയുന്നത് ടെട്രാവാലന്റ് ആണ്, അല്ലെങ്കിൽ കാർബണിന്റെ വാലൻസി പറയുന്നത് 4 ആണ്. അതുകൊണ്ട് തന്നെ കാർബണിന് ചുറ്റും എപ്പോൾ 4 കെമിക്കൽ ബോണ്ട് വരക്കണം. പിന്നെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ് കാർബണിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. കാർബണിൽ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ഏകബന്ധ കാർബണിൽ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ട് ഉണ്ടാവും, ഡബിൾ ബോണ്ട് ഉണ്ടാവും, ട്രിപ്പിൾ ബോണ്ടും ഉണ്ടാവും. ഇപ്പൊ സിംഗിൾ ബോണ്ട് കേസിലാണെങ്കിൽ 1 2 3 4 ഇങ്ങനെ ആയിരിക്കും വരക്കുന്നത്. ഡബിൾ ബോണ്ട് ആണെങ്കിൽ സി ഡബിൾ ബോണ്ട് സി. ഇപ്പൊ ഇത് കംപ്ലീറ്റ് ആയ സ്ട്രക്ചർ ആണ്. ഈ കാർബൺ നോക്കിയാണെങ്കിൽ ഇവിടെ 1 2 2 ബോണ്ട് മാത്രമേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ് ആക്കണമെങ്കിലോ 3 4. അപ്പൊ ഈ ഒരു കാർബൺ എന്താണ്? ഇത് സ്റ്റേബിൾ ആയി. ഇതിനടുത്ത് 1 2 ഇതാണെങ്കിലും 3 4 ഈ ഒരു കാർബണും സ്റ്റേബിൾ ആയി. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലോ സി ട്രിപ്പിൾ ബോണ്ട് സി. ഇവിടെ ഇതും കംപ്ലീറ്റ് അല്ലല്ലോ, കാരണം 1 2 3 3 ബോണ്ടായില്ല. ഇത് ഒരു ബോണ്ട് കൊണ്ട് വരക്കുന്ന സമയത്ത് 4. ഇനി ഈ ഒരു കാർബൺ നോക്കിയാണെങ്കിൽ 1 2 3 4. സോ നമുക്ക് ഇങ്ങനെയാണ് കാർബൺ. അപ്പൊ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് കാർബണിന്റെ സ്ട്രക്ചർ വരക്കുന്ന സമയത്ത് അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഇതുപോലെ കാർബണിന്റെ സ്ട്രക്ചർ വരക്കാനുണ്ട്. അപ്പൊ കാർബണിന്റെ സ്ട്രക്ചർ വരക്കുന്ന സമയത്ത് കാർബണിന് ചുറ്റും എപ്പോൾ നമ്മൾ എത്ര കെമിക്കൽ ബോണ്ട് കാർബണിന് ചുറ്റും എപ്പോൾ എത്ര ബോണ്ട് ഉണ്ടാവണം? 4 കെമിക്കൽ ബോണ്ട് ഉണ്ടാവണം. ഇപ്പൊ നമുക്ക് ഈ ബോർഡിൽ ഒരു ക്വസ്റ്റ്യൻ കാണാം. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളിപ്പം പഠിച്ച ഈ കാർബണിന്റെ വാലൻസി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്തതാണ്. ഇത് നിങ്ങളെ കെമിസ്ട്രിയിലത്തെ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലത്തെ ലെറ്റസസ് വിലയിരുത്താന്നുള്ള ഭാഗത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത് കാർബണിന്റെ വാലൻസി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. എല്ലാവരും ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇതിന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിയേ. സോ ഒരിക്കൽ കൂടി പറയാം, കാർബണിന്റെ വാലൻസി പറയുന്നത് 4 ആണ്. ആ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ചെയ്യാൻ പറ്റുന്നവരെല്ലാം വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കണം, കാരണം ഇത് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. നിങ്ങൾ ഓൾറെഡി 9th പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇത് ചെയ്യാൻ പറ്റേണ്ടതാണ്. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ചെയിൻ ഓഫ് 6 കാർബൺ ആറ്റംസ് ഈസ് ഗിവൺ ബിലോ. കാർബണിന്റെ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു 6 കാർബൺ ആറ്റത്തിന്റെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ദ സ്ട്രക്ചർ ബൈ ആഡിങ് ഹൈഡ്രജൻ ആറ്റം ടു ഈച്ച് കാർബൺ ആറ്റം. ഓരോ കാർബൺ ആറ്റത്തിനും ഹൈഡ്രജൻ ആറ്റത്തിന് കൊടുത്തിട്ട് ഈ സ്ട്രക്ചർ കംപ്ലീറ്റ് ആക്കാനാണ് പറയുന്നത്. നമുക്ക് തന്ന ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്, അതിനെ കംപ്ലീറ്റ് ആക്കാനാണ് പറയുന്നത്. അതിപ്പോ എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്? അത് എങ്ങനെയായിരിക്കും കംപ്ലീറ്റ് ആക്കേണ്ടത്? എല്ലാവരും വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കിയേ. അതിലിപ്പോ ഫസ്റ്റത്തെ കാർബൺ നോക്കിയെന്നെങ്കിൽ ആ ഫസ്റ്റത്തെ കാർബണ് ചുറ്റും എത്ര ബോണ്ടായില്ലത്? ആകെ ഒരു ബോണ്ടായില്ലത്. ഈ ഒരു ബോണ്ടാണ് ആകെ ഇല്ലത്. അപ്പൊ ആ കാർബൺ സ്റ്റേബിൾ ആണോ? കാർബൺ സ്റ്റേബിൾ ആവണമെങ്കിൽ എത്ര ബോണ്ട് വേണം? അതിന് ചുറ്റും 4 കെമിക്കൽ ബോണ്ട് വേണം. ഇവിടെ ഇപ്പൊ എത്ര ബോണ്ടായില്ലത്? ആകെ ഒരു ബോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കാർബൺ സ്റ്റേബിൾ ആക്കണമെങ്കിൽ എത്ര ബോണ്ട് വരക്കണം? ബാക്കി 3 ബോണ്ടും കൂടി വരക്കണം. ആ 3 ബോണ്ട് ആരുമായിട്ട് ഫോം ചെയ്യുന്നത്? ബൈ ആഡിങ് ഹൈഡ്രജൻ ആറ്റം ടു ഈച്ച് കാർബൺ ആറ്റം. നമ്മളവിടെ ആരെയാ വരക്കേണ്ടത്? ഹൈഡ്രജൻ ആറ്റത്തിനെ വെച്ചിട്ട് ഈ ഒരു സ്ട്രക്ചർ കംപ്ലീറ്റ് ആക്കി ചെയ്യേണ്ടത്. സോ എല്ലാവരും ചെയ്ത് നോക്കിയേ. അപ്പൊ സ്ട്രക്ചർ വരക്കുന്ന സമയത്ത് ഇപ്പൊ ഈ ഒരു കാർബൺ നോക്കിയാൽ 1 2 3 4 ഈ ഒരു സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി.
നെക്സ്റ്റ് നോക്കിയാണെങ്കിൽ 1 2 ഓൾറെഡി രണ്ട് ബോണ്ട് ഉണ്ട്, അതിന്റെ കൂടെ രണ്ടുണ്ട്, അപ്പൊ നാലാവും അടിച്ച് 2 ബോണ്ട് കൂടെ വരച്ചു കൊടുക്കുക. പിന്നെ 1 2 3 4. അടുത്തത് 1 2 3. ഇവിടെയാണ് 1 2 ഉണ്ട്, 3 4. പിന്നെ താഴത്തെ ആണെങ്കിൽ ഓൾറെഡി ഒരു ബോണ്ട് ഉണ്ട്, പിന്നെ 1 2 3 4. ഇങ്ങനെ അത് ഇതിന്റെ സ്ട്രക്ചർ വരുന്നത്. ഇതിപ്പോ ഇതിന്റെ സ്ട്രക്ചറൽ ഫോമുലയാണ്. നമുക്ക് ഇതിന്റെ ഒരു കണ്ടൻസ്ഡ് ഫോമുല എഴുതുന്നെങ്കിൽ, കണ്ടൻസ്ഡ് ഫോമുല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി 9th പഠിച്ചിട്ടില്ലാന്ന്. ഇതേ ആറ്റങ്ങളുടെ എണ്ണത്തിന് ഇപ്പൊ ഫസ്റ്റ് ഈ ഒരു കാർബൺ എടുക്കുകയാണെങ്കിൽ അതിന് ചുറ്റുള്ള ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം എഴുതുക. 1 2 3 3 ഹൈഡ്രജൻ ആറ്റം അല്ലേ, CH3. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് എന്താണ്, ഒരു ബോണ്ടാണ്, ഈ ഒരു ബോണ്ടാണ്, അത് വരക്കുക. പിന്നെ രണ്ടാമത്തെ കാർബൺ എടുക്കുന്നത് 1 2 രണ്ട് ഹൈഡ്രജൻ ആറ്റം അല്ലേ ഇത് CH2. അടുത്തത് വരയ്ക്കുകയാണെങ്കിൽ അടുത്ത കാർബൺ ആണെങ്കിൽ അതിന് ചുറ്റും ഒരു ഹൈഡ്രജൻ ആയുള്ളത്, അതുകൊണ്ട് അത് CH. അത് കഴിഞ്ഞിട്ടുള്ള കാർബൺ നോക്കുകയാണെങ്കിൽ CH3. ഇനി ഈ CHന്റെ തൊട്ട് താഴെയായിട്ട് എന്തുണ്ട്, ഇവിടെ രണ്ട് കാർബൺ ഉണ്ട്. അതിൽ ആദ്യത്തെ കാർബൺ CH2, രണ്ടാമത്തത് CH3. സോ ഇതാണ് ഇതിന്റെ കണ്ടൻസ്ഡ് ഫോമുല എന്ന് പറയുന്നത്. കണ്ടൻസ്ഡ് ഫോമുല എന്ന് പറയുമ്പോൾ അതിലത്തെ കാർബണും ഹൈഡ്രജൻ ആറ്റത്തിനെല്ലാം നമ്മൾ ഇങ്ങനെ വരക്കുന്നതിന് പകരം അതിന്റെ എണ്ണം കറക്റ്റ് ആയിട്ട് എഴുതിയെടുക്കുന്നതാണ്. അടുത്തതാണ് റൈറ്റ് ദ മോളിക്കുലർ ഫോമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. മോളിക്കുലർ ഫോമുല എന്ന് പറയുന്ന സമയത്ത് മോളിക്കുലർ ഫോമുല എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. അതായത് ഇതിലത്തെ നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിനെയും നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിനെയും എണ്ണ എഴുതിയ വേണ്ട, കൗണ്ട് ചെയ്തിട്ട് അതിന്റെ നമ്പർ താഴെ കൊടുക്കുകയും വേണ്ട. ഇപ്പൊ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ആണെങ്കിൽ ഇതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട് നോക്കി നോക്കിയേ. 1 2 3 4 5 6. അപ്പൊ കാർബണിന്റെ എണ്ണം എത്ര, C6. ഈ 6 പറയുന്നത് എപ്പോൾ എവിടെയാ കൊടുക്കണ്ടേ, കാർബണിന്റെ തൊട്ട് താഴെ ആയിരിക്കണം എന്ത് കൊടുക്കണ്ടേ, 6 കൊടുക്കണ്ടേ. കാർബണിന്റെ തൊട്ട് താഴെ ആയിരിക്കണം 6 കൊടുക്കേണ്ടത്, C6. ഇതിനടുത്ത് എന്നാ ഹൈഡ്രജൻ എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ. 3 3 6 6 3 9 9 2 11 11 2 13 13 1 14. സോ നമുക്ക് കിട്ടുന്നത് C6H14. ഇതിന്റെ മോളിക്കുലർ ഫോമുല കിട്ടുന്നത് C6H14 ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റിയത് എങ്ങനെയാണ്, കാർബണിന്റെ വാലൻസി 4 എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് അറിയുന്നതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമർസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഈ ഒരു ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് നല്ല പക്ക എല്ലാ ക്വസ്റ്റ്യനും ഒരു ഡൗട്ടും ഇല്ലാണ്ട് ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് അറിയേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള പോയിന്റ് ആണ് കാർബണിന്റെ വാലൻസി പറയുന്നത് 4 ആണ്. വാലൻസി ഓഫ് കാർബൺ ഈസ് 4. അതായത് കാർബൺ ഏതൊരു സ്ട്രക്ചർ വരയ്ക്കുന്ന സമയത്തും കാർബണിന് ചുറ്റും എത്ര കെമിക്കൽ ബോണ്ട് ഉണ്ടാവണം, 4 കെമിക്കൽ ബോണ്ട് ഉണ്ടാവണം. സോ അപ്പൊ കാർബൺ എന്ന് പറയുന്നത് കാർബണിന്റെ വാലൻസി 4 ആണെന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലായി. അടുത്തതാണ് ഹൈഡ്രോ കാർബൺ. എന്താണ് ഹൈഡ്രോ കാർബൺ? ആ നെയിമിൽ തന്നെ നമുക്ക് മനസ്സിലാവും, കാർബണും ഹൈഡ്രജനും അടങ്ങിയ കോമ്പൗണ്ടിനാണ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. ഈ ഹൈഡ്രോ കാർബണെ പറ്റി എന്തായാലും നിങ്ങളുടെ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ടാവും. കാരണം നിങ്ങൾ 9th ആ ചാപ്റ്ററിൽ മൊത്തം പറയുന്ന ഒരു പേരാണ് ഹൈഡ്രോ കാർബണും അതിന്റെ ഹൈഡ്രോ കാർബണിന്റെ 3 കാറ്റഗറി അല്ലെങ്കിൽ ഹൈഡ്രോ കാർബണിന്റെ 3 ഫാമിലിനെയും നമ്മുടെ ഒരു ചാപ്റ്റർ മൊത്തം. ഓക്കെ, സോ അടുത്ത നമുക്ക് പഠിക്കാനില്ലാന്ന് ഇപ്പൊ നമ്മൾ കാർബണിന്റെ കാര്യം നമ്മൾ സെറ്റ് ആക്കി എടുത്തു. ഇനി അടുത്ത നമ്മൾ പഠിക്കാനുള്ളതാണ് ഹൈഡ്രോ കാർബൺ. ഹൈഡ്രോ കാർബൺ എന്നുള്ള ആ പേര് തന്നെ നമുക്ക് മനസ്സിലാവാം അതെന്താണ്, കാർബണും ഹൈഡ്രജനും ഉള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഈ ഓർഗാനിക് കെമിസ്ട്രിയിലെ തന്നെ ഒരു ബഡാ ടീമാണ് ഈ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഹൈഡ്രോ കാർബണെ പറ്റി ഓൾറെഡി 9th കുറേ പഠിച്ചിട്ടുണ്ടാവും. ആ 9th ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നമുക്ക് ഹൈഡ്രോ കാർബണും അതിലത്തെ ഹൈഡ്രോ കാർബണിലത്തെ ആൽക്കേനെ പറ്റിയിട്ടെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കുറെ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ഒരിക്കൽ കൂടി നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് ഈ ഹൈഡ്രോ കാർബൺ, അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്നുള്ളത്. ഹൈഡ്രോ കാർബണെ എത്ര ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? 3 ആയിട്ടാണ് ഹൈഡ്രോ കാർബണെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഹൈഡ്രോ കാർബണെ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ആൽക്കെയിന്, പിന്നെയാണ് ആൽക്കീന്, ALKEN. ഇനി ആൽക്കൈന്.
ആൽക്കെയിന് ആൽക്കീന് ആൽ കൈന്. ഓക്കെ ആണോ? ആൽക്കെയിന്. അതിൽ ആൽക്കെയിൻ എന്ന് പറയുമ്പോൾ അതിൽ എന്താണ്? സിംഗിൾ ബോണ്ടാണ്. സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ ഏകബന്ധനാണ്. കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനായിരിക്കും ആൽക്കെയിനിന്റെ കേസിൽ. അതായത് സി സിംഗിൾ ബോണ്ട് സി ആയിരിക്കും. കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ആൽക്കെയിന്റെ കേസിലാണെങ്കിൽ സി സിംഗിൾ ബോണ്ട് സി ആയിരിക്കും. അതായത് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ ഏകബന്ധനായിരിക്കും. രണ്ടാമത്തെയാണ് ആൽക്കീന്. അതാണെങ്കിലോ കാർബൺ ആറ്റത്തിന്റെ ഇടക്ക് ഡബിൾ ബോണ്ട് ആയിരിക്കും അല്ലെങ്കിൽ ദ്വിബന്ധനായിരിക്കും. അതായത് സി ഡബിൾ ബോണ്ട് സി. ഇനി ആൽക്കൈന്റെ കേസിലാണെങ്കിൽ കാർബൺ ആറ്റത്തിന്റെ ഇടക്ക് ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും അല്ലെങ്കിൽ ത്രിബന്ധനം. സി ട്രിപ്പിൾ ബോണ്ട് സി. ആൽക്കൈന്റെ കേസിലാണ് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ട് ആയിരിക്കും. സി സിംഗിൾ ബോണ്ട് സി. ആൽക്കീന്റെ കേസിലാണെങ്കിൽ സി ഡബിൾ ബോണ്ട് സി. ആൽക്കൈന്റെ കേസിലാണെങ്കിൽ സി ട്രിപ്പിൾ ബോണ്ട് സി. ഓക്കെ. ഇനി ആൽക്കെയിൻ എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ പൂരിത ഹൈഡ്രോ കാർബൺ ആണ്. ആൽക്കീൻ എന്ന് പറയുന്നതാണെങ്കിൽ അൺസാച്ചുറേറ്റഡ് ആണ്, അപൂരിതം. ആൽക്കൈൻ ആണെങ്കിലും അൺസാച്ചുറേറ്റഡ് ആണ്, അതായത് അപൂരിതാണ്. ഈ ഒരു പോയിന്റ് നിങ്ങൾ എന്തായാലും പഠിക്കണം. കാരണം നിങ്ങളുടെ 10th ചാപ്റ്ററിൽ നോമൻക്ലേച്ചർ ഓഫ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞിട്ട് 2 ഡിഫറെന്റ് ടൈപ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൽക്കെയിൻ എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ആണ്, ആൽക്കീനും ആൽക്കൈനും അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണ്. ആ ഒരു പോയിന്റ് എന്തായാലും മൈൻഡിൽ ഉണ്ടാവണം. പിന്നെ ഇതിന്റെ സഫിക്സ്, പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ആണ് സഫിക്സ്. ആൽക്കെയിനിന്റെ സഫിക്സ് പറയുന്നത്, ഇപ്പൊ നമുക്കറിയാം ആൽക്കെയിൻ എന്ന് പറയുമ്പോൾ ALKAN ആണ്. അപ്പൊ അതിന്റെ ഏറ്റവും ലാസ്റ്റ് എന്താണുള്ളത്? AN ആണ്. അപ്പൊ അതിന്റെ സഫിക്സ് പറയുന്നത് എന്താണ്? AN ആണ്. ആൽക്കീനിന്റെ ആണെങ്കിലോ സഫിക്സ് EN ആണ്. ആൽക്കൈനിന്റെ ആണെങ്കിൽ സഫിക്സ് YN ആണ്. ആൽക്കെയിനിന്റെ ആണെങ്കിൽ ANE, ആൽക്കീനിന്റെ ആണെങ്കിൽ ENE, ആൽക്കൈനിന്റെ ആണെങ്കിൽ YNE. ഇതും നിങ്ങൾ എന്തായാലും മൈൻഡിൽ വെക്കേണ്ടതാണ്. കാരണം ഇതെല്ലാം നമുക്ക് നോമൻക്ലേച്ചർ എഴുതുന്ന സമയത്ത് ആവശ്യമില്ലാണ്. ആൽക്കെയിൻ ആണെങ്കിൽ ANE, ആൽക്കീൻ ആണെങ്കിൽ ENE, ആൽക്കൈൻ ആണെങ്കിൽ YNE. പിന്നെ അടുത്തതാണ് ഇതിന്റെ ജനറൽ ഫോർമുല. ആൽക്കെയിൻ ആണെങ്കിൽ അത് CnH2n+2 ആണ്. ആൽക്കീൻ ആണെങ്കിൽ CnH2n ആണ്. ആൽക്കൈൻ ആണെങ്കിൽ CnH2n-2 ആണ്. ഓക്കെ ആണോ? അതായത് നിങ്ങൾക്കിതിപ്പോ ഇങ്ങനെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ആലോചിച്ച് വെച്ചാൽ മതി. ഇതിപ്പോ നമുക്കൊന്ന് ആൽഫബറ്റിക് ഓർഡറിൽ നോക്കിയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം ആൽഫബറ്റിക് ഓർഡർ നോക്കിയാണെങ്കിൽ ഫസ്റ്റ് ആൽക്കെയിൻ ആണ്. ആൽക്കെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആൽക്കെയിൻ ആണ്. ആൽക്കെയിൻ എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് ANE ആണ്. ആൽഫബറ്റിക് ഓർഡർ നോക്കിയാണെങ്കിൽ ANE, ആൽക്കെയിൻ എന്ന് പറയുമ്പോൾ ANE, അതായത് ഫസ്റ്റത്തെ ലെറ്റർ പറയുന്നത് A ആണ്. അടുത്തത് ആൽക്കീൻ ആണെങ്കിലോ അവസാനിക്കുന്നത് ENE-യിലാണ്. ആൽക്കൈൻ ആണെങ്കിൽ YNE. അതായത് നമുക്കിപ്പോ ആൽഫബറ്റിക് ഓർഡർ നോക്കിയാണെങ്കിലും A കഴിഞ്ഞിട്ടാണ് E വരുന്നത്, E കഴിഞ്ഞിട്ടാണ് Y വരുന്നത്. ഓക്കെ. അപ്പൊ ആൽക്കെയിൻ എന്ന് പറയുന്നത് ഫസ്റ്റ്, പിന്നെ ആൽക്കീന്, പിന്നെ ആൽക്കൈന്. ആ ഒരു ഓർഡർ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം. ഇനി അതുപോലെ തന്നെ ആൽക്കെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതില്ല സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ ഏകബന്ധനം. അങ്ങനെ പറയുമ്പോൾ എന്താണ്? ഒന്ന് എന്നല്ലേ അർത്ഥം വരുന്നത്. ഒരു ബോണ്ട് അതിന്റെ ഇടയ്ക്കില്ലെന്നല്ലേ അല്ലേ മനസ്സിലാവുന്നത്. അതുപോലെ ആൽക്കീൻ ആണെങ്കിൽ ഡബിൾ ബോണ്ട്. അപ്പൊ എന്നാ രണ്ട് എന്നാണ് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ദ്വിബന്ധനം എന്ന് പറയുമ്പോൾ 2 എന്ന് അർത്ഥം വരുന്നത്. ആൽക്കൈൻ ആണെങ്കിലോ ട്രിപ്പിൾ ബോണ്ട് ആണ് അല്ലെങ്കിൽ ത്രിബന്ധനാണ്. അപ്പൊ എന്നാ അർത്ഥം വരുന്നത്? 3 എന്ന് അർത്ഥം വരുന്നത്. അപ്പൊ നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ നോക്കുന്ന സമയത്ത് തന്നെ AEY ആ ഒരു ഓർഡറിലാണ് വരുന്നത്. അതുപോലെ തന്നെ മറ്റേ ന്യൂമറിക്കൽ ഓർഡർ നോക്കിയാണെങ്കിലോ 1 2 3 അതുപോലെയല്ലേ വരുന്നത്. ആൽക്കെയിൻ എന്ന് പറയുമ്പോൾ സിംഗിൾ ബോണ്ട് ആണ്, ആൽക്കീൻ എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് ആണ്, ആൽക്കൈൻ എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ ബോണ്ട് ആണ്. അതുപോലെ തന്നെ
പിന്നെ സഫിക്സ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ സഫിക്സ് പഠിക്കാന്ന് ആൽക്കെയിൻ എന്നുള്ളതാണെങ്കിലും ആൽക്കീൻ എന്നുള്ളതാണെങ്കിലും ഏറ്റവും ലാസ്റ്റിലെ 3 വാക്കാണ് എന്ന് പറയുന്നത് അതിന്റെ സഫിക്സ്. ആൽക്കെയിൻ ആണെങ്കിൽ ANE, ആൽക്കീൻ ആണെങ്കിൽ ENE, ആൽക്കൈൻ ആണെങ്കിൽ YNE. അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ സഫിക്സ് ANE ആണ്, ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ സഫിക്സ് ENE ആണ്, ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ സഫിക്സ് YNE ആണ്. പിന്നെ അതിന്റെ ജനറൽ ഫോമുല പഠിക്കാനും എളുപ്പമാണ്. കാരണം ആൽക്കൈന്, ആൽക്കീന്, ആൽക്കൈന്. ആൽക്കൈൻ കഴിഞ്ഞിട്ടാണ് ആൽക്കീന് വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ആൽക്കൈന് വരുന്നത്. അതറിയെങ്കിൽ തന്നെ ഇപ്പൊ ഫസ്റ്റത്തെ നമുക്ക് എന്താണ് CnH2n+2 ആണ്. ലാസ്റ്റത്തെ ആണെങ്കിലോ CnH2n -2 ആണ്. നടുക്കാണെങ്കിലോ പ്ലസും ഇല്ല മൈനസും ഇല്ല, വെറും CnH2n മാത്രമേ ഇല്ലൂ. ആദ്യത്തെ CnH2n+2, അവസാനിക്കുന്ന CnH2n -2ലാണ്. നടുക്കിലെ ആൽക്കീനാണെങ്കിൽ CnH2n മാത്രമേ ഇല്ലൂ. അപ്പം നമ്മൾ പറഞ്ഞു ഹൈഡ്രോ കാർബണിന്റെ 3 ക്ലാസിഫിക്കേഷൻ ആണ്: ആൽക്കേന്, ആൽക്കീന്, ആൽക്കൈന്. അതിൽ ആൽക്കൈൻ എന്ന് പറയുമ്പോൾ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏത് ബോണ്ട് മാത്രമേ ഉണ്ടാവും? സിംഗിൾ ബോണ്ട് മാത്രമേ ഉണ്ടാവും. അപ്പം കാർബൺ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ട് മാത്രം ഉണ്ടെങ്കിൽ ആ കോമ്പൗണ്ടിന്റെ പേരാണ് ആൽക്കെയിൻ. ഓക്കെ എന്നോ? സിംഗിൾ ബോണ്ട് മാത്രമാണെങ്കിൽ അതിന്റെ പേരാണ് ആൽക്കെയിൻ. ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് ആൽക്കീൻ. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അതിന്റെ പേര് ആൽക്കൈൻ. ഓക്കെ ആണോ? അതിന്റെ സഫിക്സ് ആൽക്കൈൻ്റെ ആണ് സഫിക്സ് ANE, ആൽക്കൈൻ്റെ ആണ് സഫിക്സ് ENE, ആൽക്കൈൻ്റെ ആണ് സഫിക്സ് YN. ഇത്രയും സെറ്റ് ആണല്ല. സോ നമ്മളിപ്പം കാർബണിന്റെ വാലൻസി എന്താണെന്ന് നമുക്കറിയാം. കാർബണിന്റെ വാലൻസി 4 ആണെന്നറിയാം. ഹൈഡ്രോ കാർബണിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ എന്നറിയാം. അതിന്റെ പ്രത്യേകതകളും അറിയാം. ഇനി നമുക്ക് നോമൻക്ലേച്ചർ. പിന്നെ നമ്മൾ 9th പഠിച്ച ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് വേർഡ് റൂട്ട് അഥവാ പദമൂലം എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നോമൻക്ലേച്ചർ എഴുതാൻ പറ്റൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ IUPAC നോമൻക്ലേച്ചറിന്റെ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു അടിത്തറ എന്ന് പറയുന്നത് തന്നെ ഈ പദമൂലമാണ്. ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നോമൻക്ലേച്ചറിൽ നമുക്ക് ഏതൊരു കോമ്പൗണ്ട് ആണെങ്കിലും അതിന്റെ പേര് എഴുതാൻ പറ്റൂ. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചതായിരിക്കും. കാരണം ടെൻത്തിൽ എന്താ ആവശ്യം ഇത്രക്കും ശരിക്കും ഇത് അത്രക്കും ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് തള്ളി പഠിപ്പിച്ചിട്ടുണ്ടാവും വേർഡ് റൂട്ട് അഥവാ പദമൂലം എന്ന് പറയുന്നത്. സോ നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. ഈ വേർഡ് റൂട്ട് അല്ലെ പദമൂലം എന്ന് പറയുന്നത് കൊടുക്കുന്നത് നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിന്റെ ബേസിലാണ് ഈ വേർഡ് റൂട്ട് അല്ലെങ്കിൽ പദമൂലം കൊടുക്കുന്നത്. അതില് നമ്പർ ഓഫ് കാർബൺ ആറ്റം എന്ന് പറയുന്നത് 1 ആണെങ്കിൽ അന്നേരമുള്ള പദമൂലം എന്ന് പറയുന്നത് മെതാണ്. 2 ആണെങ്കിൽ എദ്ദാണ്. 3 ആണ് പ്രൊപ്പാണ്. 4 ആണ് ബ്യൂട്ടാണ്. 5 ആണ് പെന്റാണ്. 6 ആണ് ഹെക്സാണ്. 7 ആണ് ഹെപ്റ്റാണ്. 8 ആണ് ഒക്ടാണ്. 9 ആണെങ്കിൽ നണ്ണാണ്. 10 ആണെങ്കിൽ ഡെക്കാണ്. സോ മെദ്, എദ്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നണ്ണ്, ഡെക്ക്. കാർബൺ ആറ്റത്തിന്റെ എണ്ണം 1 ആണെങ്കിൽ മെദ്, 2 ആണെങ്കിൽ എദ്, 3 ആണെങ്കിൽ പ്രൊപ്പ്, 4 ആണെങ്കിൽ ബ്യൂട്ട്, 5 ആണെങ്കിൽ പെന്റ്, 6 ആണെങ്കിൽ ഹെക്സ്, 7 ആണെങ്കിൽ ഹെപ്റ്റ്, 8 ആണെങ്കിൽ ഒക്ട്, 9 ആണെങ്കിൽ നണ്ണ്, 10 ആണെങ്കിൽ ഡെക്ക്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം പഠിപ്പിക്കാൻ വേണ്ടി കുറെ ഷോർട്ട് കട്ടൊക്കെ ഞാൻ നോക്കിയാണ്. പക്ഷെ ഇതിന് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഷോർട്ട് കട്ടും കാര്യമൊന്നും കാണുന്നില്ല. പിന്നെ ഞാൻ പഠിച്ചാണെങ്കിലും ഇത് ബൈഹാർട്ട് പഠിക്കുക ചെയ്തേ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ എഫേർട്ട് ഇട്ടാൽ നിങ്ങൾക്ക് ഇത് എന്തായാലും പഠിക്കാനാവും. നിങ്ങളൊരു 5-6 തവണ ഇത് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾ പാട്ട് പോലെ അങ്ങനെ നിങ്ങളിപ്പം വെറുതെ ഇരിക്കുന്ന സമയത്ത് പാട്ടായിട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കിയാൽ മതി. സംഭവം നിങ്ങൾക്ക് എന്തായാലും ഇത് സെറ്റ് ആവുന്നതാണ്. നിങ്ങളൊന്ന് എഫേർട്ട് ഇടണമെന്നേ ഇല്ലൂ. അപ്പം കാർബൺ ആറ്റത്തിന്റെ എണ്ണം 1 ആണെങ്കിൽ മെദ്, 2 ആണെങ്കിൽ എദ്, 3 ആണ് പ്രൊപ്പ്, 4 ആണ് ബ്യൂട്ട്, 5 ആണ് പെന്റ്, 6 ആണ് ഹെക്സ്, 7 ആണ് ഹെപ്റ്റ്, 8 ആണെങ്കിൽ ഒക്ട്, 9 ആണെങ്കിൽ നണ്ണ്, 10 ആണെങ്കിൽ ഡെക്ക്. മെദ്, എദ്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നണ്ണ്, ഡെക്ക്. മെദ്, എദ്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നണ്ണ്, ഡെക്ക്. ഓക്കെ, നിങ്ങളിതൊരു ഒരു 10 തവണ പറഞ്ഞാൽ മതി. 10 തവണ പറഞ്ഞാൽ തന്നെ ഇത് ഏകദേശം സെറ്റ് ആവും. ഇത് എല്ലാവരും പഠിച്ച് സെറ്റ് ആയി കഴിഞ്ഞാൽ ഒന്ന് കമന്റ് ഇടുക. കാണുമ്പോൾ എനക്കൊരു സന്തോഷമാവട്ടെ. അപ്പൊ ഇപ്പൊ നമ്മള് കാർബണിന്റെ വാലൻസി പഠിച്ചു. കാർബണിന്റെ വാലൻസി 4 ആണെന്ന് പഠിച്ചു. ഹൈഡ്രോ കാർബൺ എന്നാന്ന് പഠിച്ചു. ഹൈഡ്രോ കാർബണിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു.
പിന്നെ നമ്മൾ വേർഡ് റൂട്ടും പഠിച്ചു. നമുക്കിപ്പം ബോർഡ് നോക്കിയാൽ കാണാൻ പറ്റും കുറച്ച് കോമ്പൗണ്ടിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിന്റെ നെയിമിംഗ് കൂടെ ഒന്ന് ചെയ്ത് നോക്കിയാലോ? എല്ലാവരും വീഡിയോ പോസ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് നോക്കണം. ഓക്കെ, ഈ പിന്നെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് ശരിക്കും IUPAC നോമൻക്ലേച്ചർ കൊടുക്കേണ്ടത് ഇവിടെ ഇപ്പൊ IUPAC നോമൻക്ലേച്ചർ കൊടുക്കേണ്ടത് വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് ആണ്, അല്ലെങ്കിൽ പദമൂലം പ്ലസ് പിൻ പ്രത്യയം. ഇതിന്റെ ബേസ് ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ഇവിടെ നെയിമിംഗ് കൊടുക്കേണ്ടത്. സോ ഫസ്റ്റത്തെയാണ് CH4. CH4 എന്ന് പറയുമ്പോൾ ഇത് എത്ര കാർബണാറ്റ ഉള്ളത്? CH4 എത്ര കാർബണാറ്റ ഉള്ളത്? ഒരു കാർബണാറ്റ ഉള്ളത്. അപ്പൊ ഒരു കാർബണാറ്റ ആവുന്ന സമയത്ത് അതിന്റെ വേർഡ് റൂട്ട് എന്താണ്? മെതാണ്. അപ്പൊ METH അത് ഫസ്റ്റ് എഴുതി. പിന്നെ എന്താ ഉള്ളത്? സഫിക്സ് ഏതാ വരുന്നത്? ഇത് CH4 ആണ്. നമുക്ക് CH4ന്റെ സ്ട്രക്ചർ വരച്ചു നോക്കി അറിയാം. അതിൽ എന്ത് ബോണ്ട് മാത്രമേ ഉള്ളൂ? സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. സിംഗിൾ ബോണ്ട് മാത്രമാകുമ്പോൾ അതിന്റെ സഫിക്സ് എന്നായിരിക്കും? അത് ഏത് കോമ്പൗണ്ട് ആയിരിക്കും? ആൽക്കെയിൻ ആയിരിക്കും. അപ്പൊ അതിന്റെ സഫിക്സ് എന്താണ്? AN ആയിരിക്കും. അപ്പൊ ഇവിടെ മീത് പ്ലസ് ഏന്, അല്ലെങ്കിൽ മീതേന്. മീതേനാണ് നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട്. ഇനി അടുത്തതാണെങ്കിലോ, ഇവിടെ എത്ര കാർബണാറ്റ ഉള്ളത്? 2 കാർബണാറ്റ ഉള്ളത്. നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ വരച്ചു നോക്കിയാൽ കാണാം നമുക്ക്. ഇതിൽ എന്ത് മാത്രമേ ഉള്ളൂ? സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. CH3. അപ്പൊ ഇത് ഏത് കോമ്പൗണ്ട് ആണ്? ആൽക്കെയിൻ ആണ്. എത്ര കാർബണാറ്റ ഉള്ളത്? 2 എണ്ണം. അപ്പം അതിന്റെ വേർഡ് റൂട്ട് പറയുന്ന ഇത്, അതിന്റെ പ്രത്യയം എന്ന് പറയുന്നത് AN. അപ്പൊ കോമ്പൗണ്ട് വരുന്നത് ഇത്. പിന്നെ അടുത്തതാണെങ്കിലോ 1 2 3 എത്ര കാർബണാറ്റ് ഉണ്ട്? 3 കാർബണാറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ സ്ട്രക്ചർ വരച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒന്നാണ് ആൽക്കെയിൻ ആണ്. അപ്പൊ അതിന്റെ വേർഡ് റൂട്ട് വരുന്ന പ്രൊപ്പാണ്, സഫിക്സ് AN, പ്രൊപ്പെയിൻ. നാലാമത്തെ നോക്കിയാണെങ്കിലോ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 ഉണ്ട്. അപ്പൊ ഏതാണ് ഇത് വരുന്ന വേർഡ് റൂട്ട്? ബ്യൂട്ടാണ്. ബ്യൂട്ട് ഏന്, ബ്യൂട്ടേൻ. ബ്യൂട്ടേനാ വരുന്നത്. ഇനി അടുത്തതാണെങ്കിലോ ഇതിൽ നോക്കി, ഇതിൽ എന്ത് പ്രത്യേകത ഉള്ളത്? ഇത് ആൽക്കെയിൻ ആണോ ആൽക്കീൻ ആണോ ആൽക്കൈൻ ആണോ? നിങ്ങൾ എല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യണം. ഇതിന്റെ ആൻസർ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കണം. പിന്നെ ഇപ്പൊ അഞ്ചാമത്തെ നോക്കിയാണെങ്കിൽ അതിൽ എന്താ ഉള്ളത്? CH2 ഡബിൾ ബോണ്ട് CH2 ആണ്. അതായത് കാർബൺ ആറ്റങ്ങൾക്ക് ഇവിടെ ഇടയിൽ ഇവിടെ എന്താ ഉള്ളത്? ഡബിൾ ബോണ്ടാ ഉള്ളത്. ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സഫിക്സ് എന്തായിരിക്കും? EN ആയിരിക്കും. ആൽക്കീൻ എന്ന് പറയുന്നത്, ഡബിൾ ബോണ്ട് പറയുമ്പോൾ എന്താണ്? ആൽക്കീൻ ആണ്. ആൽക്കീന്റെ സഫിക്സ് പറയുന്നത് ENE ആണ്. ഓക്കെ ആണോ? സോ CH2 ഡബിൾ ബോണ്ട് CH2 പറയുമ്പോൾ അതിൽ എത്ര കാർബണാറ്റ ഉള്ളത്? 2 കാർബണാറ്റാണ്. അപ്പം ഈഥീൻ. ഇനി അടുത്ത CH2 ഡബിൾ ബോണ്ട് CH3. ഇവിടെ നമുക്ക് കാണാം ഡബിൾ ബോണ്ടാ ഉള്ളത്. പിന്നെ എത്ര കാർബണാറ്റാ ഉള്ളത്? 3 കാർബണാറ്റാണ്. അപ്പൊ അതിന്റെ വേർഡ് റൂട്ട് പറയുന്നത് പ്രൊപ്പാണ്, പ്രൊപ്പ് ഈന്. അടുത്തത് ഏഴാമത്തെ നോക്കിയാണെങ്കിൽ CH ട്രിപ്പിൾ ബോണ്ട് CH ആണ്. അപ്പൊ ട്രിപ്പിൾ ബോണ്ട് പറയുമ്പോൾ അതിന്റെ സഫിക്സ് എന്താണ്? YN ആണ്. നമ്പർ ഓഫ് കാർബണാറ്റ് എത്രയാണ് ഉള്ളത്? 2 ആണ്. അപ്പൊ ഈതൈൻ. മൂന്നാമത്തെ നോക്കിയാണെങ്കിലോ, അല്ല ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാണെങ്കിലോ CH ട്രിപ്പിൾ ബോണ്ട് CH3 ആണ്. അപ്പൊ അവിടെ ഒന്നുള്ളത് ട്രിപ്പിൾ ബോണ്ട് ആണുള്ളത്. അപ്പം അവിടെ വരുന്നത് ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ സഫിക്സ് അത് ഏതാണ്? കെയിൻ ആണോ ആൽക്കീൻ ആണോ ആൽക്കൈൻ ആണോ? ആൽക്കൈൻ അല്ലേ? ട്രിപ്പിൾ ബോണ്ട് പറയുമ്പോൾ ആൽ കൈനാണ്. സഫിക്സ് വരുന്നത് YNE. അപ്പൊ ഇവിടെ വരുന്നത് 3 കാർബൺ ആയതുകൊണ്ട് വേർഡ് റൂട്ട് വരുന്ന പ്രൊപ്പ്, സഫിക്സ് വരുന്ന പ്രൊപ്പൈൻ. ഓക്കെ ആണോ? സോ ഇതുവരെയാണ് നമ്മൾ നയൻത്തിൽ പഠിച്ചത്. നമ്മൾ നയൻത്തിൽ പഠിച്ച ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കിപ്പോൾ ഈ 10th ചാപ്റ്ററിലും ആവശ്യമായിട്ടുള്ളതാണ്. സോ ഇവിടെ ഇപ്പൊ നമ്മൾ ഇത് ഈ നോമൻക്ലേച്ചറില്ലേ, ഇത് എന്ന് പറയുന്നത് നോമൻക്ലേച്ചറിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മളിപ്പം നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റൂൾസും അതുപോലെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സാമ്പിൾ ആണ്. ശരിക്കും വലിയ വെടിക്കെട്ടാണ് നമ്മൾ എവിടെ പഠിക്കാൻ പോകുന്നത്? നമ്മുടെ ഈ ഒരു 10th ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക്
ചാപ്റ്ററിലേക്ക് പോയാലോ? അതിനെക്കാട്ടി മുന്നേ നേരത്തെ നമ്മൾ കണ്ടിട്ട് ഒരു കുഞ്ഞിങ്ങനെ എല്ലാം ആലോചിക്കുന്നത് ആൽക്കീൻ എന്നാണ് ആൽക്കീൻ എന്നാണ്. നിങ്ങൾ അതുപോലത്തെ ഒരു കുട്ടിയായിരുന്നില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് എല്ലാത്തിന്റെ ആൻസർ കിട്ടിയില്ലേ? ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ എന്താണ്? കാർബണും ഹൈഡ്രജനും അടങ്ങിയതാണ് ഹൈഡ്രോ കാർബൺ. അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ആൽക്കേന്, ആൽക്കീന്, ആൽക്കൈൻ എന്ന് പറയുന്നത്. അതിൽ ആൽക്കൈൻ നോക്കിയാണെങ്കിൽ അതിലത്തെ എല്ലാത്തിന്റെ അടുത്ത് അതിലത് സിംഗിൾ ബോണ്ട് ആയില്ലത്. ആൽക്കീനാണെങ്കിൽ ഡബിൾ ബോണ്ട് ആയില്ലത്. ആൽക്കൈനാണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആയില്ലത്. പിന്നെ കാർബണിന്റെ വാലൻസി എത്രയാന്ന് പറഞ്ഞു? 4 ആന്ന് പറഞ്ഞു. അത് സെറ്റായി. പിന്നെ IUPAC നമ്മളിപ്പം കുറച്ച് കോമ്പൗണ്ട് IUPAC നോമൻക്ലേച്ചറും പറഞ്ഞു. അതായത് വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്. ആ ഒരു റൂൾ വെച്ച് ചെയ്യേണ്ട കുറച്ച് കോമ്പൗണ്ട് നോമൻക്ലേച്ചറും നമ്മൾ പറഞ്ഞു. സോ അപ്പൊ നമ്മളിപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ 10th ചാപ്റ്ററിലേക്ക് കയറാൻ പോയത് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമറിസം, അല്ലെങ്കിൽ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവും. സോ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ 2 ഹൈഡ്രോ കാർബണിന്റെ സ്ട്രക്ചറിനാണ്. ഹൈഡ്രോ കാർബൺ 1ഉം ഹൈഡ്രോ കാർബൺ 2ഉം. നമുക്ക് ആ ഹൈഡ്രോ കാർബണിന്റെ സ്ട്രക്ചർ ഒന്ന് വേറെ എടുത്ത് വരക്കാം. CH3, CH2, CH2, CH3, അല്ല ഒരു CH2 കൂടി, CH2, CH3. ഇത് ഹൈഡ്രോ കാർബൺ 1. അടുത്തത് CH3, CH, CH2, CH3. ഇവിടെ ഒരു CH3. ഇത് ഹൈഡ്രോ കാർബൺ 2. CH3, CH2, CH3, CH3, CH2, 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 CH3, CH3, CH, CH2, CH3. സോ ഇതാണ് നമുക്ക് തന്ന 2 ഹൈഡ്രോ കാർബൺ 1ഉം ഹൈഡ്രോ കാർബൺ 2ഉം. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ പറയുന്നത്. ഒന്നാമത്തത്, ഹൗ മെനി കാർബൺ ആറ്റംസ്? ഫസ്റ്റ് യു ആർ ഫെമിലിയർ വിത്ത് ദ ഫോർമുല ഓഫ് ഹൈഡ്രോ കാർബൺ 1. ഹൈഡ്രോ കാർബൺ 1ന്റെ ഫോർമുലയാണ് ഏത് പറയുന്നത്? CH3, CH2, 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 CH3. ഇത് നമ്മൾ നേരത്തെ കുറെ കോമ്പൗണ്ട് പേര് എഴുതിയിട്ടേ അതുപോലത്തെ ഒരു ടൈപ്പ് കോമ്പൗണ്ട് അല്ലേ ഇത്, ഈ ഹൈഡ്രോ കാർബൺ 1 എന്ന് പറയുന്നത്. അപ്പൊ അതായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദർ ഇൻ ദിസ് ചെയിൻ? എത്ര കാർബൺ ആറ്റം ഇല്ലത്? നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാല. 1, 2, 3, 4, 5. എത്ര കാർബൺ ആയില്ലത്? 5 കാർബൺ ആയില്ലത്. അപ്പൊ ഇവിടെ ആൻസർ ഏതാ? 5. ഈ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 5. നെക്സ്റ്റ് എന്താണ്? വാട്ട് ഈസ് ദ വേർഡ് റൂട്ട് ഓഫ് ദിസ് കാർബൺ ചെയിൻ? അപ്പൊ 5 ആണെങ്കിൽ അതിന്റെ കാർബൺ ചെയിന്റെ വേർഡ് റൂട്ട് എന്നാണ്? നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ 9th പഠിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ആവശ്യമാണ്. ഇപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ 5 കാർബൺ ആറ്റങ്ങളിൽ അതിന്റെ വേർഡ് റൂട്ട് എന്നാണ് ചോദിക്കുന്നത്. എന്നാ വേർഡ് റൂട്ട്? മെത്, എത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്. വേർഡ് റൂട്ട് എന്നാ? പെന്റ് ആണ്. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. അപ്പൊ ഇതിന്റെ IUPAC നെയിം എന്നാണ്? നിങ്ങളൊന്ന് സ്ട്രക്ചർ നോക്കി ഹൈഡ്രോ കാർബൺ 1ന്റെ. ഇതിൽ എന്ത് ബോണ്ടായില്ലത് എല്ലാത്തിലും? ഇല്ല ബോണ്ട് എന്നാണ്? സിംഗിൾ ബോണ്ട് അല്ലേ? സ്ട്രക്ചറിലെ ബോണ്ട് എന്താ? സിംഗിൾ ബോണ്ട് ആണ്. അതുകൊണ്ട് തന്നെ അപ്പൊ ഇത് ഏത് ആൽക്കെയിൻ ആണോ ആൽക്കീൻ ആണോ ആൽക്കൈൻ ആണോ? ആൽക്കെയിൻ ആണല്ലേ? അപ്പൊ IUPAC നോമൻക്ലേച്ചർ എങ്ങനെ എഴുതണ്ടേ? വേർഡ് റൂട്ട് എന്നാണ്? പെന്റാണ്. വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്. സഫിക്സ് എന്നാ? എയിനാണ്. സോ IUPAC നെയിം എന്ന് പറയുന്നത് പെൻഡെ. ഇവിടെ IUPAC സംയുക്തത്തിന്റെ IUPAC നാമം എന്ന് പറയുന്നത് പെൻഡെയിൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അനലൈസ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഹൈഡ്രോ കാർബൺ 1 ആൻഡ് 2. What is the molecular formula of these 2 hydrocarbon? How do these differ in the structure of the carbon chain? അല്ലെങ്കിൽ ഈ 2 ഹൈഡ്രോ കാർബണുകളുടെയും തന്മാത്ര സൂത്രം എന്താണ്? കാർബൺ ചെയിന്റെ ഘടനയിൽ ഇവ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഇതാ നോക്കൂ, നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാലോ. സോ ഇതാണ് ഹൈഡ്രോ കാർബൺ 1 എന്ന് പറയുന്നത്. ഇതാണ് എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺ 2 എന്ന് പറയുന്നത്. ഇതാണ് ഹൈഡ്രോ കാർബൺ 1, ഇതാണ് ഹൈഡ്രോ കാർബൺ 2 എന്ന് പറയുന്നത്. ഇതിന്റെ മോളിക്കുലർ ഫോർമുല എന്നാ? മോളിക്കുലാർ ഫോർമുല അല്ലെങ്കിൽ തന്മാത്ര സൂത്രം എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രോ കാർബൺ 1ന്റെ തന്മാത്ര സൂത്രം അല്ലെങ്കിൽ മോളിക്കുലർ ഫോർമുല എന്താണ്? നമുക്കറിയാം തന്മാത്ര സൂത്രം അല്ലെങ്കിൽ തന്മാത്ര സൂത്രം അല്ലെങ്കിൽ മോളിക്കുലർ ഫോർമുല എന്ന് പറയുമ്പോൾ അതിലത്തെ നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിനെയും ഹൈഡ്രജൻ ആറ്റത്തിനെയും കൗണ്ട് ചെയ്യാൻ വേണ്ടി.
ഫസ്റ്റ് അപ്പൊ കാർബൺ ആറ്റം എത്ര വരുന്നത്? 1 2 3 4 5. ഹൈഡ്രോ കാർബൺ 1-ലത്തെ കാർബൺ ആറ്റം എന്ന് പറയുന്നത് 5 ആണ്. ഇനി ഹൈഡ്രജൻ ആറ്റം ആണെങ്കിലോ കൗണ്ട് ചെയ്ത് നോക്കിയേ. എല്ലാവരും ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് കൗണ്ട് ചെയ്തിട്ട് ഒന്ന് ആൻസർ എന്താന്ന് പറഞ്ഞേ. 3 3 6 6 2 8 8 2 10 12 12. അപ്പൊ C5H12 ആണ് ഹൈഡ്രോ കാർബൺ 1-ന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. ഹൈഡ്രോ കാർബൺ 2-ന്റെയോ 1 2 3 4 5. അപ്പൊ കാർബൺ ആറ്റം എത്രയാണ് ഉള്ളത്? 5 ആണുള്ളത്. ഇനി ഹൈഡ്രജൻ ആറ്റോ 3 3 6 6 3 9 9 2 11 11 1 12. അപ്പൊ മോളിക്കുലർ ഫോർമുല എന്താണ്? C5H12 ആണ്. ഇതിന്റെ മോളിക്കുലർ ഫോർമുല എന്താണ്? C5H12 ആണ്. അപ്പൊ നോക്കിയേ, രണ്ടിന്റെ സ്ട്രക്ചർ സെയിം ആണോ? സെയിം ആണോ നോക്കിയേ നിങ്ങൊന്ന്. അല്ലല്ല, ആദ്യത്തെ എന്താണ്? ആദ്യത്തെ ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട്. ഇപ്പൊ നമ്മൾ ഹൈഡ്രോ കാർബൺ 1 ആണ് എങ്ങനെയാ ഉള്ളത്? നമ്മുടെ ഹൈഡ്രോ കാർബൺ 1 ആണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാ ഉള്ളത്? ഒരു മിനിറ്റ്. ഹൈഡ്രോ കാർബൺ 1 ആണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയുള്ളത്? ഒരു സ്ട്രെയിറ്റ് ചെയിൻ അല്ലേ? ഇപ്പൊ CH3 CH2 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 CH3. ഇതെങ്ങനെയാ പോകുന്നത്? ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ചെയിൻ ആണ്. ഹൈഡ്രോ കാർബൺ 2-ന്റെ ആണെങ്കിലോ ഇത് നോക്കിയേ, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആണ്. പിന്നെ പക്ഷെ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു ശാഖയില്ലേ? ആദ്യത്തേത് പറയുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഇനി രണ്ടാമത്തെ ആണെങ്കിലോ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്, പക്ഷെ അതിന് എന്തുണ്ട്? ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഒന്നാണ്. പക്ഷെ ഇതിന്റെ രണ്ടിന്റെ മോളിക്കുലർ ഫോർമുല നോക്കിയാണെങ്കിലോ രണ്ടിന്റെയും മോളിക്കുലർ ഫോർമുല ഇതാ. ഇതിന്റെ C5H12 ആണ്. ഹൈഡ്രോ കാർബൺ 2-ന്റെതും C5H12 ആണ്. അപ്പൊ ഇതിന് എന്നാന്നൊരു വ്യത്യാസം ഉള്ളത്? മോളിക്കുലർ ഫോർമുല രണ്ടെണ്ണത്തിന്റെയും സെയിം ആണ്. പക്ഷെ എന്ത് വ്യത്യാസമാണ്? സ്ട്രക്ചറൽ ഫോർമുല വ്യത്യാസമാണ്. അപ്പൊ അതിന്റെ നെയിം സെയിം ആയിരിക്കും അല്ലെ ഡിഫറെന്റ് ആയിരിക്കുക? നെയിം ഡിഫറെന്റ് ആയിരിക്കൂലേ? അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നതും ഇതുപോലെ ഈ നെയിമിന്റെ ഡിഫറൻസ് ഇല്ലേ, ഇത് തന്നെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതാ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ഇവിടെ. ഹാവ് യു ലുക്ക് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് അനദർ ഹൈഡ്രോ കാർബൺ വിത്ത് സെയിം മോളിക്കുലർ ഫോർമുല? വേറെ കോമ്പൗണ്ടും കൂടി പറഞ്ഞിട്ടുണ്ട്. ഒരു ഹൈഡ്രോ കാർബൺ 3യും കൂടി ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് അതിന്റെ സ്ട്രക്ചർ കൂടെ ഒന്ന് വരക്കാം. CH3 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 CH3. CH3. ഓക്കെ, ഇവിടെ ഇപ്പൊ ഇതിന്റെ കൗണ്ട് ചെയ്യുന്നെങ്കിലോ 1 2 3 4 5 5 കാർബൺ ആറ്റം ഉണ്ട്. ഹൈഡ്രജൻ ആറ്റം എന്നെങ്കിലോ 3 3 6 6 3 9 53 12. അപ്പൊ ഇതിന്റെ മോളിക്കുലർ ഫോർമുല വരുന്നത് എന്താണ്? C5H12 ആണ്. അപ്പൊ ഹൈഡ്രോ കാർബൺ 1-ന്റെ ആണെങ്കിലും ഹൈഡ്രോ കാർബൺ 3-ന്റെ ആണെങ്കിലും ഹൈഡ്രോ കാർബൺ 1-ന്റെ ആണെങ്കിലും 2-ന്റെ ആണെങ്കിലും 3-ന്റെ ആണെങ്കിലും 3-ന്റെയും മോളിക്കുലർ ഫോർമുല സെയിം ആണ്. ആദ്യത്തേത് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. ഇനി ആദ്യത്തെ എങ്ങനെ ഉണ്ടായേ? ആദ്യത്തെ പറയുന്ന ഒരു സ്ട്രെയിറ്റ് ചെയിൻ കോമ്പൗണ്ട് ആണ്. രണ്ടാമത്തെ എന്താണ്? സ്ട്രെയിറ്റ് ചെയിൻ ഉണ്ടായ അതിനൊരു ബ്രാഞ്ച് ഉണ്ടായിന്. മൂന്നാമത്തെ ആണെങ്കിലോ സ്ട്രെയിറ്റ് ചെയിൻ ആണ്, പക്ഷെ ഇവിടെ എത്ര ബ്രാഞ്ച് ഉണ്ട്? 2 ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ 10th പഠിക്കാൻ പോകുന്നതും ഇതുപോലെ നമ്മൾ 9th പഠിച്ചത് സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടുള്ള കോമ്പൗണ്ട് നോമൻക്ലേച്ചർ ആണ്. നമ്മളിപ്പോ ഇനി നമ്മുടെ ഈ 10th നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമെറിസം പറയുന്നത് ഇവിടെ നമ്മൾ അല്ലെങ്കിൽ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതുപോലെ ശാഖകളിലെ അല്ലെങ്കിൽ ബ്രാഞ്ചഡ് ആയിട്ടുള്ള ആൽക്കൈൻഡി നോമൻക്ലേച്ചർ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ 9th കാര്യം എന്തിനാ പറഞ്ഞതെന്ന്? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഫസ്റ്റ് നമുക്ക് നോമൻക്ലേച്ചർ ഓഫ് ആൽക്കൈൻ വിത്ത് 1 ബ്രാഞ്ച്, അതായത് നമ്മൾ ഈ ഹൈഡ്രോ കാർബൺ 1-ന്റെ ഹൈഡ്രോ കാർബൺ 2-ന്റെ അങ്ങനത്തെ സ്ട്രക്ചറിനെ പറ്റി പഠിക്കാം. ഇതിൽ നോക്കി, ഇതിൽ എത്ര ബ്രാഞ്ച് ഉള്ളത്? ഒരു ബ്രാഞ്ച് ഉള്ളത്. ഇത് മാത്രമല്ല ഒരു ബ്രാഞ്ചിലും. അപ്പൊ ഇങ്ങനത്തെ കോമ്പൗണ്ട് നോമൻക്ലേച്ചർ നമുക്ക് ഫസ്റ്റ് പഠിക്കാം. So first we are discussing about nomenclature of alkane with 1 branch. ഒരു ബ്രാഞ്ചിലെ ആൽക്കൈന്റെ നോമൻക്ലേച്ചർ ആണ് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ തുടങ്ങിയാലോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ പേടിയാവുമായിരിക്കും. ശരിക്കും നിങ്ങളെ പേടി മാറ്റാനും നിങ്ങളെ ബേസിക് ഒന്ന് സെറ്റ് ആക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ നയൻത്തിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും പറയാൻ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് ശരിക്കും വളരെ ഈസിയാണ്. അതിൽ കുറച്ച് റൂളും കാര്യമെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബാക്കിയിലെ സബ്ജക്റ്റിനെക്കാട്ടി ഈസി ആയിട്ട് നമുക്കിത് പഠിക്കാൻ പറ്റും.
പിന്നെ നിങ്ങളുടെ ഒരു കോൺഫിഡൻസും വേണം. എന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഇത് എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചാൽ നമുക്ക് ഒരിക്കലും നമുക്കത് പഠിക്കാനാവൂല. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റും, നമുക്ക് എന്തായാലും ഈ A+ വാങ്ങണം, അച്ഛനും അമ്മേനെല്ലാം സന്തോഷിപ്പിക്കണം, നമുക്ക് എന്തായാലും എല്ലാരും ഇവരെ കൊണ്ടൊന്നും കൊള്ളൂല എന്നെല്ലാം പറഞ്ഞ ആൾക്കാരെ മുമ്പിലെല്ലാം നല്ല അടിപൊളിയായിട്ട് എന്നെ കൊണ്ടെല്ലാം പറ്റും, ഞാൻ പോടോന്ന് പറഞ്ഞു, അല്ല അങ്ങനെയല്ല, എന്നെ കൊണ്ട് പറ്റും എന്ന് പറയിപ്പിക്കണം. എന്ന് വെച്ചാൽ നമ്മളെ പുച്ഛിച്ചവരുടെ മുമ്പിലെല്ലാം നല്ല അടിപൊളിയായിട്ട് നിൽക്കാതെ നമുക്ക് എന്ത് വേണം, A+ വേണം. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും A+ കിട്ടുന്നതിലൊരു അധിക്ഷേപമുണ്ട്. പക്ഷെ ഇക്കൊല്ലം നമുക്ക് A+ എല്ലാം കുറവാണ്. നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നതാണ് നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിം വിത്ത് 1 ബ്രാഞ്ച് ബുക്കിലേക്ക് പോവാം. സോ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യണമെങ്കിൽ ഇതിന് കുറച്ച് റൂള് പറയുന്നുണ്ട്. ആ റൂള് പഠിച്ച് സെറ്റ് ആക്കി എടുത്ത മക്കളെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നെയിം കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു കൺഫ്യൂഷനോ കാര്യമൊന്നും വേണ്ട. പക്ഷെ ആ റൂൾ എന്നായിരിക്കണം, നമുക്ക് നല്ല പക്ക സെറ്റ് ആയിരിക്കണം. അപ്പൊ നമുക്ക് റൂൾ എന്നാ നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ കണ്ടെയ്നിങ് മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റം. ഐഡന്റിഫൈ ദ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ, അതാണ് നമ്മളെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട പണി എന്ന് പറയുന്നത്. നമുക്ക് തന്ന കോമ്പൗണ്ടിലത്തെ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ലോങ്സ്റ്റ് കാർബൺ ചെയിൻ എന്ന് പറയുമ്പോൾ ഏത് ചെയിനിലാണോ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടുതലുള്ളത് അതിനെയാണ് നമ്മൾ എന്നായിട്ട് എടുക്കുന്നത്, ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ആയിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ആയിട്ട് എടുക്കുന്നത് അത് ഒഴികയിലെ ഭാഗത്തുനിന്നായിട്ടും എടുക്കുന്നുണ്ട്, ബ്രാഞ്ച് ആയിട്ടും എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശാഖയായിട്ടും എടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയ നീളം കൂടിയ ചെയിനിനെ പ്രധാന ചെയിനായിട്ടും അല്ലെങ്കിൽ മെയിൻ ചെയിനായിട്ടും ബാക്കിയുള്ളതിനെ ശാഖയായും പരിഗണിക്കണം. ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയ നീളം കൂടിയ ചെയിന് പ്രധാന ചെയിനായിരിക്കും. അതായത് കാർബൺ ആറ്റം കൂടുതലുള്ള ചെയിൻ എന്നായിരിക്കും, മെയിൻ ചെയിനായിരിക്കും. പിന്നെ കാർബൺ ആറ്റം പിന്നെ ബാക്കിയുള്ളത് എന്നായിരിക്കും, അതിന്റെ ബ്രാഞ്ച് അല്ലെങ്കിൽ ശാഖയായിരിക്കും. നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതാണ് ഒന്നാമത്തെ എക്സാമ്പിൾ പറയുന്നത്. ഇവിടെ ഓക്കെ CH3 CH2 CH3 ഉണ്ട്. പിന്നെ അതുപോലെ എന്തുണ്ട്, ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ട്, അതിനൊരു ബ്രാഞ്ചും ഉണ്ട്. ഓക്കെ, ഇങ്ങനെയല്ല ഉള്ളത്. ഇതിനാണെങ്കിലോ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ട്, ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. ഓക്കെ ആണോ. അപ്പൊ നമുക്ക് ഇതിൽ എങ്ങനെ നോക്കുമ്പോഴാണ് ഇതിൽ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ കിട്ടുന്നതെന്നാ നോക്കണ്ടേ. അപ്പൊ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ. നമുക്ക് ഇതിൽ നോക്കിയാണെങ്കിൽ 1 2 3 4 ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എത്ര കാർബൺ കിട്ടുന്നുണ്ട്, 4 കാർബൺ കിട്ടുന്നുണ്ട്. ഇനി നമ്മളിപ്പോ ഇങ്ങനെ അപ്പൊ ഇത് നമുക്ക് എന്തായിട്ട് എടുക്കാം, ഇതിനെന്തായിട്ട് എടുക്കാം, ഈ ലോങ്സ്റ്റ് ചെയിൻ എന്നാക്കി എടുക്കാം, മെയിൻ ചെയിനായിട്ട് എടുക്കാം. ഇതപ്പോ എന്താണ്, മെയിൻ ചെയിൻ ആണ്. അപ്പൊ ഇതാണെങ്കിലോ ഇതെന്താണ്, ഇതിന്റെ ബ്രാഞ്ച് ആണ്. ഓക്കെ ആണോ. സോ ഇവിടെ നോക്കിയത് 1 2 3 4 ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇങ്ങനെ നോക്കുന്ന സമയത്ത് 4 കാർബൺ ആറ്റം കിട്ടുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളിപ്പോ ഇങ്ങനെ ഇപ്പം വേറെ എടുക്കാം, നിങ്ങളിപ്പോ ഇങ്ങനെ ആയിട്ട് എടുത്തിനെങ്കിലോ ഇവിടെ എത്ര കാർബൺ കിട്ടും, 1 2 3 അല്ലേ കിട്ടൂ. ഇതിനെ ബ്രാഞ്ച് ആയിട്ട് എടുക്കാൻ പറ്റുമോ, ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ, അപ്പൊ ഏതാണ് കറക്റ്റ് മെത്തേഡ്, അപ്പൊ ഏതാ കറക്റ്റ് മെത്തേഡ് പറയുന്നത്, ഇതാണ് അതിന്റെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. 1 2 3 4 കാർബൺ ആറ്റം അത് മെയിൻ ചെയിൻ. ഇത് പറയുന്നത് എന്താണ്, അതിന്റെ എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ ബ്രാഞ്ചും ആണ്, മെയിൻ ചെയിനും ബ്രാഞ്ചും. ഇനി സെക്കൻഡ് എക്സാമ്പിൾ കൂടി നോക്കുന്ന സമയത്ത് എനിക്ക് സെറ്റ് ആവും. ഇത് നോക്കിക്കോ, ഈ സെക്കൻഡ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 1 2 3 4 5 ഇങ്ങനെ നോക്കുമ്പോൾ എത്ര കാർബൺ ഉണ്ട്, ഇതാണ് ഈ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് എത്ര കാർബണാണ് കിട്ടുന്നത്, 5 കാർബണാണ് കിട്ടുന്നത്. ഓക്കെ ആണോ. 1 2 3 4 5 ഇനി ഇങ്ങനെ എടുക്കുകയാണെങ്കിലോ, ഇപ്പൊ ഇതൊരു മെത്തേഡാണ്. ഇനിയിപ്പോ ഇങ്ങനെ എടുക്കുന്നെങ്കിലോ CH3 CH2 CH2 CH CH3 CH2 CH3 ഇതല്ലേ കോമ്പൗണ്ട്. നമ്മൾ ഇങ്ങനെ എടുക്കുന്നെങ്കിലോ, ഇതിപ്പോ നമ്മൾ ഇങ്ങനെ ഈ ഒരു സംഭവം പറഞ്ഞു 5 കാർബൺ ആണെന്ന് പറഞ്ഞു. ഇനി ഇങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ നോക്കിയേ, ഇങ്ങനെയാണെങ്കിലോ എത്ര കാർബൺ ഉണ്ട് നോക്കിയേ, 1 2 3 4 5 6. അപ്പൊ ഏതാണ്, ഇങ്ങനെ എടുക്കുന്ന സമയത്ത് 5 കാർബണാണ് കിട്ടിയത്, ഇങ്ങനെ എടുക്കുന്ന സമയത്തോ 6 കാർബണാണ് കിട്ടിയത്. അപ്പൊ ഇതിൽ ഏതാണ് ശരിക്കും ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്, ഇങ്ങനെ എടുക്കുന്നതാണോ നല്ലത്, ഇങ്ങനെ എടുക്കുന്നതാണോ നല്ലത്, ഇതല്ലേ നല്ലത്. കാരണം ഇവിടെ 5 കാർബൺ കിട്ടുന്നല്ലോ, ഇവിടെ എത്ര കാർബൺ കിട്ടുന്നുണ്ട്, 6 കാർബൺ കിട്ടുന്നുണ്ട്. അപ്പൊ ഏതാ ലോങ്സ്റ്റ് ചെയിൻ ആയിട്ട് എടുക്കാൻ നല്ലത്, ഈ ഒരു മെത്തേഡാണ് നല്ലത്. അപ്പൊ ഇതെന്നായി, അപ്പം അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ
അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? ആ രീതിയിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇത് നമുക്ക് എന്തായിട്ട് കിട്ടും? ഇതിന്റെ അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതെന്ത് കിട്ടും? ഇതാണ് എന്ത് പറയുന്നത്? മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. ഇത് മെയിൻ ചെയിനായി. പിന്നെ ഇതാണെങ്കിലോ അതിന്റെ ബ്രാഞ്ചുമായി. ഓക്കെ, സോ നമുക്ക് അപ്പൊ ഇങ്ങനെ നോക്കിയാണെങ്കിൽ എവിടെയാണോ നമുക്ക് കൂടുതൽ കാർബൺ ആറ്റത്തിന്റെ എണ്ണം കിട്ടുന്നത് അതിനെ നമുക്ക് എന്നായിട്ട് എടുക്കാം? മെയിൻ ചെയിൻ ആയിട്ട് എടുക്കാം. അല്ലാത്തത് നമുക്ക് എന്നായിട്ട് എടുക്കാം? ബ്രാഞ്ചു ആയിട്ടും എടുക്കാം. സോ ഇപ്പൊ ഫസ്റ്റത്തെ കേസിലാണെങ്കിൽ 1 2 3 4 കാർബൺ ആറ്റം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇതെന്നാണ്? ഇത് മെയിൻ ചെയിനായി. ഇതെന്നായി? ബ്രാഞ്ചിലായി. രണ്ടാമത്തേലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത്, നേരെ സ്ട്രേറ്റ് ചെയിൻ എടുക്കുന്ന സമയത്ത്, ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയത് 5 കാർബൺ ആറ്റാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടി? 6 കാർബൺ ആറ്റം കിട്ടി. സോ അതാണ് എന്ന് എടുക്കുന്നത്? മെയിൻ ചെയിൻ ആയിട്ട് എടുക്കുന്നത്. സോ ഇതാണ് ഇതിന്റെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. 1 1 2 3 4 5 6 6 കാർബൺ ആറ്റം ഉണ്ട്. അത് മെയിൻ ചെയിനായി. പിന്നെ ഇതെന്നായി? ബ്രാഞ്ചും ആയി. ഓക്കെ ആണോ? അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കൈൻ വിത്ത് അൺബ്രാഞ്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മളെ മൈൻഡ് ഉണ്ടാവേണ്ട പോയിന്റ് ആണ് നമ്മൾ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിക്കുക. ഏത് ചെയിനിലാണോ കൂടുതൽ നമ്പർ ഓഫ് കാർബൺ ആയിട്ട് ഉള്ളത് അതിനെ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കുക. റിമൈനിങ് ആയിട്ടുള്ളതിനെ എന്നായിട്ട് എടുക്കുക? ബ്രാഞ്ച് ആയിട്ട് എടുക്കുക. ഇത് നിങ്ങൾക്ക് സെറ്റായി എന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ലോങ്സ്റ്റ് ചെയിൻ നമ്മൾ കണ്ടുപിടിച്ചു. രണ്ടാമത്തെയാണ് നമ്പർ കൊടുക്കല്. ഈ ചെയിനിന് നമ്പർ കൊടുക്കലാണ് രണ്ടാമത്തെ പരിപാടി എന്ന് പറയുന്നത്. ആ നമ്പറിങ് എങ്ങനെയാന്ന് വെച്ചാല്, നമ്പറിങ് ഷുഡ് ബി ഡൺ ഇൻ സച്ച് എ വേ ദാറ്റ് കാർബൺ ആറ്റം ക്യാരിങ് ബ്രാഞ്ച് ഗെറ്റ് ലോവസ്റ്റ് നമ്പർ. കാർബൺ ആറ്റം ക്യാരി ചെയ്യുന്ന ബ്രാഞ്ചിന് എന്ത് കിട്ടണം? ഏറ്റവും ചെറിയ നമ്പർ കിട്ടണം. ഫോർ ദിസ് വി ക്യാൻ ഡു ദ നമ്പറിങ് ഐദർ ഫ്രം ലെഫ്റ്റ് ഓർ ഫ്രം റൈറ്റ്. നമുക്ക് ഈ നമ്പറിങ് എവിടുന്ന് ചെയ്യാം? ലെഫ്റ്റ് നിന്നോ റൈറ്റ് നിന്നോ ചെയ്യാം. അല്ലെങ്കിൽ ശാഖയുള്ള കാർബൺ ആറ്റത്തിന് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ വരുന്ന രീതിയിൽ ആയിരിക്കണം നമ്പർ നൽകേണ്ടത്. ഇതിനായി വലത്തു നിന്നോ ഇടത്തു നിന്നോ നമ്പർ നൽകി തുടങ്ങാം. അതായത് നമ്മളിപ്പം പറഞ്ഞു ഈ കാർബൺ ആറ്റത്തിന് ഒരു ബ്രാഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞു. ആ ബ്രാഞ്ചിനായിരിക്കണം എപ്പോൾ ഒന്ന് വേണ്ടി ഏറ്റവും ചെറിയ നമ്പർ വേണ്ടത്. ഓക്കെ, നമ്മൾ പറഞ്ഞു കാർബൺ ആറ്റത്തിന് ശാഖ ഉണ്ട് പറഞ്ഞു. ആ ശാഖക്കായിരിക്കണം ഏറ്റവും കുറവ് നമ്പർ കിട്ടേണ്ടത്. ഈ നമ്പറിങ് നമുക്ക് എന്താ ലെഫ്റ്റ് നിന്ന് തുടങ്ങണമെന്നോ റൈറ്റ് നിന്ന് തുടങ്ങണമെന്നോ അങ്ങനെ ഒരു കണ്ടീഷനും ഇല്ല. നമുക്ക് ഏത് രീതിയിലാണോ ശാഖക്ക് അല്ലെങ്കിൽ ബ്രാഞ്ചിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്നത് ആ രീതിയിൽ നമുക്ക് നമ്പർ ചെയ്യാൻ പറ്റും. ശാഖക്ക് എപ്പോൾ ലോവസ്റ്റ് നമ്പർ കിട്ടണം അല്ലെങ്കിൽ ബ്രാഞ്ചിന് എപ്പോൾ ലോവസ്റ്റ് നമ്പർ കിട്ടണം. ആ നമ്പറിങ് എന്ന് പറയുന്നത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കോ കൊടുക്കാം. അതിനൊരു റൂളും ഇല്ല. ലെഫ്റ്റ് നിന്ന് കൊടുക്കണമെന്നോ റൈറ്റ് നിന്ന് കൊടുക്കണമെന്നില്ല. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കൊടുക്കുക. എങ്ങനെയാണെങ്കിലും കണ്ടീഷൻ എന്ന് വെച്ചാൽ ശാഖക്ക് അല്ലെങ്കിൽ ബ്രാഞ്ചിന് ലോവസ്റ്റ് നമ്പർ ആയിരിക്കണം കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് ഈ ഒരു അപ്പൊ ഈ ഒന്നാമത്തെ ഇതിനൊന്ന് നമ്പർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇതാണ്. അപ്പൊ ഇത് നമ്മളെ ഇതാണ് ഇതിന്റെ മെയിൻ ചെയിന്. ഇതാണ് എന്ന് പറയുന്നത് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇത് ബ്രാഞ്ചും ഇത് മെയിൻ ചെയിനും ഇത് ബ്രാഞ്ചും ആണ്. അപ്പൊ ഈ ബ്രാഞ്ചിനാണ് എന്ന് വേണ്ടേ? ഇതിനാണ് ലോവസ്റ്റ് നമ്പർ കിട്ടേണ്ടത്. ഇതിനാണ് ലോവസ്റ്റ് നമ്പർ വേണ്ടത്. അപ്പൊ നമുക്കൊന്ന് നമ്പർ ചെയ്ത് നോക്കിയാലോ? നമ്പർ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾക്കറിയാം ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഒന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5. ഓക്കെ, ഇതിപ്പം ലെഫ്റ്റ് നിന്ന് ഇതിപ്പോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്പർ ചെയ്തത്. ഇനി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണെങ്കിലോ 1 2 3 4 5. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്പർ ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടിയേ? ചെയിൻ കിട്ടിയ നമ്പർ 2 ആണ്. തിരിച്ച് ഇങ്ങോട്ടേക്ക് നമ്പർ ചെയ്യുന്ന സമയത്തോ ചെയിൻ കിട്ടിയ നമ്പർ 4 ആണ്. അപ്പൊ ലോവസ്റ്റ് നമ്പർ ഏതാണ്? ഇങ്ങോട്ട് കിട്ടുന്ന സമയത്ത് 2 കിട്ടി, ഇങ്ങോട്ട് കിട്ടുന്ന സമയത്ത് 4 കിട്ടി. ലോവസ്റ്റ് നമ്പർ ഏതാണ്? 2 ആണ്. അപ്പൊ ഈ നമ്പർ കൊടുക്കേണ്ട കറക്റ്റ് രീതി എന്താണ്? ഇതാണ് അതിന്റെ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത്. 1 2 3 4 5. ഓക്കെ ആണോ?
അതായത് നമുക്കിപ്പം പറഞ്ഞു നമ്മളൊരു ഹൈഡ്രോ കാർബണിന്റെ ചെയിൻ എടുക്കുകയാണെങ്കിൽ അതിനൊരു മെയിൻ ചെയിനും ഉണ്ടാവും, ഒരു ബ്രാഞ്ചും ഉണ്ടാവും. ബ്രാഞ്ചിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ നമ്പർ കൊടുക്കേണ്ടത്. ഓക്കെ ആണോ? ഇനി സെക്കൻഡ് ആയിട്ടുള്ള നോക്കിയേ, നമുക്ക് ഇവിടെ നമ്പർ ചെയ്തെങ്കിലോ, ഫസ്റ്റ് നമുക്ക് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യാം. 1 2 3 4 5. തിരിച്ചിട്ടാണെങ്കിലോ 1 2 3 4 5. ഇതിലേതാണ് അപ്പൊ ഇതിന് കറക്റ്റ് നമ്പർ കിട്ടുന്നത്? ഇവിടുന്ന് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന് എന്ത് നമ്പർ കിട്ടി? സെക്കൻഡ് നമ്പർ കിട്ടി. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്തോ 4 നമ്പർ കിട്ടി. ഏതാ ലോവസ്റ്റ് നമ്പർ? 4 അല്ലേ? അപ്പൊ ഏതാ കറക്റ്റ് മെത്തേഡ് പറയുന്നത്? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്പർ ചെയ്യുന്നതാണ് ശരിയായ മാർഗം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതായത് നമ്മൾ നമ്പർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശാഖക്ക് ലോവസ്റ്റ് നമ്പർ ആയിരിക്കണം കിട്ടേണ്ടത്. ഓക്കെ. റൂൾ നമ്പർ 1 എന്ന് പറയുന്നത് നമുക്ക് തന്ന കോമ്പൗണ്ടിൽ ഏതാണ് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഉള്ളത് എന്ന് കണ്ടുപിടിക്കുക. റൂൾ നമ്പർ ആ ലോങ്സ്റ്റ് കാർബൺ ചെയിനെ മെയിൻ ചെയിൻ ആയിട്ടും മറ്റേ ഭാഗത്തിന് ശാഖ അല്ലെങ്കിൽ ബ്രാഞ്ച് ആയിട്ടും കൺസിഡർ ചെയ്യുക. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് ആ ശാഖക്ക് നമ്മൾ തിരഞ്ഞെടുത്ത ശാഖക്ക് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ അതിനെ നമ്പർ ചെയ്ത് ക്രമീകരിക്കാം. ആ ലോവസ്റ്റ് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൊടുക്കാം, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും അതിന് നമ്പർ ചെയ്ത് കൊടുക്കാം. ഇത്ര ഓക്കെ ആണല്ലോ. ഇനി നമ്മളിപ്പം പറഞ്ഞ ബ്രാഞ്ച് അല്ലെങ്കിൽ ശാഖ, അതിനെ വെറുതെ ബ്രാഞ്ച് ശാഖ എന്നല്ല പറയുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതാ കാർബൺ ചെയിനിൽ കാർബണുമായിട്ട് ബന്ധപ്പെട്ട ശാഖകൾ അറിയപ്പെടുന്നത് ആൽക്കൈൽ ഗ്രൂപ്പ് എന്നാണ്. കാർബൺ ചെയിനിൽ കാർബണുമായിട്ട് ബന്ധപ്പെട്ട ശാഖകൾ അറിയപ്പെടുന്നത് ആൽക്കൈൽ ചെയിൻ എന്നാണ്. ഓക്കെ. ഈ ആൽക്കൈൽ ചെയിൻ എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമ്മള് ഇതിൽ കുറച്ച് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ ആൽക്കൈൽ ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ് മീഥൈല്, ഈഥൈല്, പ്രൊപ്പൈല്, ബ്യൂട്ടൈല് എന്നെല്ലാം പറയുന്നത്. അപ്പം ഈ മെഥ്, പ്രൊപ്പ്, ബ്യൂട്ടൈൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ എങ്ങനെയായിരിക്കും ഈ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേര് വരുന്നത്? ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേര് വരുന്നത് സംഭവം സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഹൈഡ്രോ കാർബൺ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയെങ്കിൽ, ഹൈഡ്രോ കാർബണും പിന്നെ വേർഡ് റൂട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയെങ്കിൽ നമുക്ക് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേര് പെട്ടെന്ന് അങ്ങ് പഠിക്കാം. ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേര് എന്ന് പറയുന്നത്, നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് പറയുന്നത് വേർഡ് റൂട്ട് കറസ്പോണ്ടിങ് ടു ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഓർ ആറ്റംസ് ഇൻ ദ ബ്രാഞ്ച് പ്ലസ് YL നെയിം ഓഫ് ദി ആൽക്കൈൽ ഗ്രൂപ്പ്. ഓക്കെ. അതായത് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേര് എന്ന് പറയുന്നത് ശാഖയിലെ കാർബൺ ആറ്റത്തിന്റെ എണ്ണത്തിനനുസരിച്ചുള്ള പദമൂലം പ്ലസ് ഐയിലാണ്. ഓക്കെ. എനിക്ക് ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു പൂരിത ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. പൂരിത ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ ഏതാണ്? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ പൂരിത ഹൈഡ്രോ കാർബൺ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചതാണ് ആൽക്കെയിൻ അല്ലേ പഠിച്ചേ? ആൽക്കെയിൻ അല്ലേ നമ്മൾ പൂരിത ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചത് ആൽക്കെയിനെ പറ്റിയിട്ടാണ്. സോ ഈ ആൽക്കെയിന് എക്സാമ്പിൾ ആണ് മീഥേന്, ഈഥേന്, പ്രൊപ്പേന്, അതൊക്കെ. അതായത് അതിന്റെ സ്ട്രക്ചർ വന്ന് മീഥേൻ ആണെങ്കിൽ CH4 ആണ്, ഈഥേൻ ആണെങ്കിൽ CH3 ആണ്. ഇനി പ്രൊപ്പേൻ ആണെങ്കിൽ CH3, CH2, CH3 ആണ്. ഓക്കെ ആണോ? അതായത് ഇവിടെ കൊടുത്തത് ഈ മീഥേൻ ആണെങ്കിൽ സ്ട്രക്ചർ CH3 ആണ്, ഈഥേൻ ആണെങ്കിൽ സ്ട്രക്ചർ പറയുന്നത് CH3 അല്ലെങ്കിൽ C2H6 ആണ്. പ്രൊപ്പേൻ ആണെങ്കിൽ C3H 336 C3H8 ആണ്. ഓക്കെ. അപ്പൊ ഇതാണ് ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്നത്. മീഥേൻ എന്ന് പറയുമ്പോൾ CH4, ഈഥേൻ എന്ന് പറയുമ്പോൾ CH3, CH2, CH3 ഈഥേൻ എന്ന് പറയുമ്പോൾ CH3 അല്ലെങ്കിൽ C2H6 മോളിക്കുലർ ഫോർമുല. പ്രൊപ്പേൻ എന്ന് പറയുമ്പോൾ C3H8, CH3. ഓക്കെ. ഇത് നിങ്ങൾ ഓൾറെഡി 9th പഠിച്ചതാണ്, നമ്മളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഈ മീഥേൻ ഗ്രൂപ്പിലത്തെ അല്ലെങ്കിൽ നമ്മൾ ഈ പൂരിത ഹൈഡ്രോ കാർബൺ ആയിട്ടില്ലേ ആൽക്കെയിലത്തെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റിമൂവ് ചെയ്യുന്നത്. നമ്മുടെ ഈ ആൽക്കെയിലത്തെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നത്.
ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റിമൂവ് ചെയ്യുന്ന സമയത്താണ് ഏത് ഫോം ചെയ്യുന്നത്? ആൽക്കൈൽ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ നമ്മൾ ഈ ബോക്സ് നോക്കി അറിയാം, മീഥൈൽ എന്ന് പറയുന്നത് CH3 ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് മീഥൈല്. ഇപ്പൊ നമ്മളെ CH4 ഇല്ലേ, അതിനെ മീഥൈൽ എന്നല്ല പറയുന്നത്. അതിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് മീഥൈൽ CH3 കിട്ടുന്നത്. അങ്ങനെ ആ ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് CH3 ഫോം ചെയ്യും. ആ CH3നെ വിളിക്കുന്ന പേരാണ് മീഥൈൽ എന്ന് പറയുന്നത്. അതായത് നമ്മളെ വേർഡ് റൂട്ട് പറയുന്നത് എന്താണ്? മെത് തന്നെയാണ്. ഒരു കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് CH3 ആണെങ്കിൽ നോക്കിയാൽ നമുക്കറിയാം ഒരു കാർബൺ ആറ്റം ഉള്ളത്. അപ്പൊ അതിന്റെ വേർഡ് റൂട്ട് എന്താണ്? മെതാണ്. പ്ലസ് സഫിക്സ് ആയിട്ട് എന്നാ കൊടുക്കേണ്ടത്? നേരത്തെ നമ്മൾ AN അല്ലേ കൊടുത്തത്. ഇതിപ്പോ ഒരു ഹൈഡ്രജൻ ആറ്റം റിമൂവ് ചെയ്യുമ്പോൾ അതിന്റെ സഫിക്സ് എന്ന് കൊടുക്കണം? YL കൊടുക്കണം. അപ്പൊ എന്ന് വരുന്നത് മെത് പ്ലസ് YL. അപ്പൊ മീഥൈല്. ഇനി രണ്ടാമത്തെ നോക്കിയേ. രണ്ടാമത്തെ ഈഥേ എന്ന് പറയുമ്പോൾ എന്താണ്? C2H6 ആണ്. ഈഥേ എന്ന് പറയുമ്പോൾ C2H6 ആണ്. ആ C2H6 ഒരു ഹൈഡ്രജൻ ആറ്റം റിമൂവ് ചെയ്യുമ്പോൾ അല്ലേ C2H5 ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ C2H6നെ വിളിക്കുന്നവരാണ് ഈഥേ എന്ന് പറയുന്നത്. ആ C2H6 ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? C2H5 കിട്ടും. അതിനെ വിളിക്കുന്ന പേരാണ് ഈഥൈൽ എന്ന് പറയുന്നത്. C2H6 ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഈഥൈൽ ഫോം ചെയ്യും. അതായത് C2H5 ആകുമ്പോൾ എത്ര കാർബൺ ആയുള്ളത്? നമുക്ക് ഇത് നോക്കിയാൽ 2 കാർബൺ ആയുള്ളത്. അപ്പൊ അതിന്റെ വേർഡ് റൂട്ട് പറയുന്നത് ഇതാണ്. അത് ETH നമ്മൾ എഴുതി. പിന്നെ അതിന്റെ സഫിക്സ് എന്താണ്? YL ആണ്. കാരണം ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്ന സമയത്ത് നമുക്ക് ആ പേര്, ബ്രാഞ്ചിനെ വിളിക്കുന്ന പേര് ആൽക്കൈലാണ്. ആൽക്കൈൽ എന്ന് എഴുതുമ്പോൾ തന്നെ നമുക്കറിയാം അതിന്റെ അവസാനിക്കുന്ന സഫിക്സ് എന്താണ്? YL ആണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു വേർഡ് റൂട്ടിന്റെ കേസിൽ അവസാനിക്കുന്നതിന് ഏതിലുള്ളത്? YL ആണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു മറ്റേ ആൽക്കൈന്റെയും എല്ലാം സഫിക്സ് പറയുമ്പോൾ ALK എന്ന് പറയുന്ന എല്ലാത്തിനും കോമൺ ആണല്ല. ആൽക്കൈൻ ആണെങ്കിൽ AN ആണെങ്കിൽ അതിന്റെ സഫിക്സ്, കാരണം ALKAN, ആ ANയിലത്തെ ലാസ്റ്റത്തെ AN നമ്മൾ സഫിക്സ് ആയിട്ട് എടുത്തിന്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ബ്രാഞ്ചിനെ വിളിക്കുന്ന പേര് പറയുന്നത് ആൽക്കൈൽ ഗ്രൂപ്പ് എന്നാണ്. അപ്പൊ അതിന്റെ സഫിക്സ് പറയുമ്പോൾ എന്താണ്? YL ആണ്. അതായത് അപ്പൊ ഇത് നമ്മൾ എന്ന് വിളിക്കാം? ഈഥൈൽ എന്ന് വിളിക്കാം. ഈഥൈൽ ഗ്രൂപ്പ്. ഇനി പ്രൊപ്പൈൽ ആണെങ്കിലോ? പ്രൊപ്പൈൽ എന്ന് പറയുമ്പോൾ എന്താണ്? C3H8 ആണ്. ആ C3H8 ഒരു ഹൈഡ്രജനെ കളഞ്ഞതല്ലേ C3H7. അപ്പൊ അതിന്റെ പേരെന്താണ്? C3യിലോണ്ടാണ് അതിന്റെ പേര് പ്രൊപ്പ് വന്നു. പിന്നെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ചേർക്കേണ്ട സഫിക്സ് YL. അപ്പൊ ആൻസർ വരുന്നത് പ്രൊപ്പൈല്. പ്രൊപ്പൈലാണ് ഇത്. ഇനി അടുത്തത് ബ്യൂട്ടൈൽ ആണെങ്കിൽ എന്തായിരിക്കും? ബ്യൂട്ടൈൻ ആണെങ്കിൽ അതിന്റെ, ഇനിയിപ്പം ബ്യൂട്ടൈൻ ആണെങ്കിൽ അതിന്റെ ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ 4 കാർബൺ ആയിട്ടുണ്ടാവും. അതിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് C4H10 ആണ്, ബ്യൂട്ടൈൻ എന്ന് പറയുന്നത്. ആ ബ്യൂട്ടൈൻ ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റിമൂവ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഏത് കിട്ടുന്നത്? C4H9 കിട്ടുന്നത്. ഇവിടെ നോക്കിക്കോ, 4 കാർബൺ ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെ പദമൂലം എന്ന് പറയുന്നത് എന്താണ്? ബ്യൂട്ടാണ്. പിന്നെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റിമൂവ് ചെയ്യുന്നതോട് സഫിക്സ് എന്താണ്? YL ആണ്, ബ്യൂട്ടൈൽ ആണ്. അപ്പം ആൽക്കൈൽ ഗ്രൂപ്പിന്റെ നെയിം ഓടിക്കാൻ നിങ്ങൾ കുറെ കഷ്ടപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. നിങ്ങൾക്ക് ബേസിക്കലി സെറ്റ് ആണ്. ആൽക്കൈൽ ഗ്രൂപ്പ് നല്ല അടിപൊളിയായിട്ട് പഠിക്കാനാവും. അതായത് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺ അല്ലെങ്കിൽ ആൽക്കൈനിൽ ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റിമൂവ് ചെയ്യുന്നതിനെയാണ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് CH4, മീഥേനിൽ ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റിമൂവ് ചെയ്തിട്ട് CH3, മീഥൈൽ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. അപ്പം അതിന് നെയിം ചെയ്യാൻ വേണ്ടിയിട്ട് വേർഡ് റൂട്ട് പ്ലസ് YL ചേർത്താൽ മതി. അതായത് ആൽക്കൈൻ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ALKNA എന്ന് പറഞ്ഞു. ഇനി അതിന്നൊരു ഹൈഡ്രജൻ ആറ്റത്തിനെ ANA എന്ന് പറഞ്ഞു. അതിന്നൊരു ഹൈഡ്രജൻ ആറ്റത്തിനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? ആൽക്കൈല്. ഈ ANA എന്നാവും? YL ആവും. അതായത് ANA റിമൂവ് ANA ആൻഡ് ആഡ് YL. അതായത് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ നെയിം എഴുതാൻ വേണ്ടിയിട്ട് ഇതേ വേണ്ടു. റിമൂവ് ANA ആഡ് YL. ആൽക്കൈൻ ഗ്രൂപ്പിന്റെ നെയിം എഴുതാൻ വേണ്ടിയിട്ട് റിമൂവ് നമ്മുടെ തന്ന കോമ്പൗണ്ടിൽ നിന്ന് AN, ഇപ്പം CH4 ആണ്, മീഥേൻ ആണ്. ആ മീഥേനിന് CH4 എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ നിന്ന് ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്തിട്ട് CH3 ആവുന്ന സമയത്താണ് ഏത് ഫോം ചെയ്യുന്നത്? മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആൽക്കൈൽ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. അപ്പം അതിന്റെ വേർഡ് റൂട്ട് മെത് പ്ലസ് YL. AN മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്യുക? YL ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ഏത് കൊടുക്കാൻ പറ്റുന്നത്?
ആൽക്കൈൽ ഗ്രൂപ്പിന്റെ നെയിമിങ് നടത്താൻ പറ്റുന്നത്. ഇപ്പൊ നമ്മൾ ഏതെല്ലാം റൂളാണ് പഠിച്ചത്? ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് നമുക്കൊരു കോമ്പൗണ്ട് എന്ന സമയത്ത് ഏതാണോ അതിലത്തെ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഉള്ളത് അതിനെ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കണം, മറ്റേതിനെ ബ്രാഞ്ച് ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞു ഒന്നാമത്തെ റൂള്. പിന്നെ രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് ആ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ നമ്പർ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു. മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ആ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. ആ ആൽക്കൈൽ ഗ്രൂപ്പിന് നെയിം ചെയ്യുന്ന ആൽക്കൈൽ ഗ്രൂപ്പിന് എങ്ങനെ നെയിം കൊടുക്കലെന്ന് വെച്ചാൽ ആ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിനത്തെ ANനെ റിമൂവ് ചെയ്തിട്ട് എന്താക്കുക, അതിന്റെ വേർഡ് റൂട്ട് പ്ലസ് YL കൊടുക്കുക, അല്ലെങ്കിൽ പദമൂലം പ്ലസ് YL എന്നുള്ള ഇത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആൽക്കൈൽ ഗ്രൂപ്പിന്റെ നെയിമിങ്ങും നടക്കും. ഇനി അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഉള്ള റൂളാണ് വൈൽ റൈറ്റിംഗ് ദ IUPAC നെയിം hyphen is used to separate the numerals and alphabet. While writing the IUPAC name, hyphen is used to separate numerals and alphabet. അതായത് IUPAC നാമം എഴുതുന്ന സമയത്ത് അക്കങ്ങളും അക്ഷരങ്ങളും തമ്മിൽ ഒരു ഹൈഫൺ ഉപയോഗിച്ചിട്ട് വേർതിരിക്കാനാണ് പറയുന്നത്. ഓക്കെ ആണോ? അപ്പം നമുക്കിപ്പം ഇത് മൊത്തത്തിലൊന്ന് പറയുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പറയുന്നതിൽ ഡൗട്ട് വേണ്ട, കാരണം എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും സെറ്റ് ആവും. അപ്പൊ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കൈൽ വിത്ത് വൺ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പൊസിഷൻ ഓഫ് ബ്രാഞ്ച് പ്ലസ് ഹൈഫൺ പ്ലസ് നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ നെയിം ഓഫ് ബ്രാഞ്ച് പ്ലസ് വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്. അല്ലെങ്കിൽ ഒരു ശാഖയുള്ള ആൽക്കൈനുകളുടെ നാമകരണം എന്ന് പറയുന്നത് ശാഖയുടെ സ്ഥാനസംഖ്യ പ്ലസ് ഹൈഫൺ പ്ലസ് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേര് പ്ലസ് പദമൂലം പ്ലസ് പിൻപ്രത്യയാണ്. ഇത് കണ്ടിട്ട് ആരും പേടിക്കേണ്ട, സംഭവം ഇത്രയുള്ളൂ. നമുക്കൊരു ആൽക്കൈന്റെ പേര് നമ്പർ കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ചിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞേ ഈ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കൊടുക്കണമെന്ന്, ആ നമ്പർ ഫസ്റ്റ് എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഹൈഫൺ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ പറഞ്ഞ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേര് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വേർഡ് റൂട്ട് കൊടുക്കുക. പിന്നെ സഫിക്സ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ എയിനാണോ ഈനാണോ വൈനാണോ ഏതാന്ന് വെച്ചാൽ കൊടുക്കുക. ഇപ്പൊ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കൈൻ വിത്ത് വൺ ബ്രാഞ്ച് ആയതുകൊണ്ട് സഫിക്സ് എന്തായിരിക്കും? എ ആയിരിക്കും. നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം, എന്നാൽ നിങ്ങൾക്ക് സെറ്റ് ആയി എടുക്കും. ഫസ്റ്റ് ടെക്സ്റ്റിലെ തന്നെ എക്സാമ്പിൾ ഫസ്റ്റ് നമുക്ക് ടെക്സ്റ്റിലത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതാണ് ടെക്സ്റ്റ് ബുക്കിലത്തെ എക്സാമ്പിൾ പറയുന്നത്. CH3 CH2 CH2 CH CH3 ഒരു കോമ്പൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ വയ്ക്കുന്നത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണ ചോദിക്കുന്നത്. ഇതിലേതാ മുഖ്യ ചെയിൻ? ഏതായിരിക്കും മുഖ്യ ചെയിൻ എന്ന് പറയുന്നത്? നമുക്കൊരു നമ്പർ ഇട്ട് നോക്കാം. 1 2 3 4 5. അപ്പൊ ഇവിടെ എത്ര കാർബൺ ആറ്റത്തിലെ ചെയിൻ കിട്ടിയിട്ടുണ്ട്? 5 കാർബൺ ആറ്റത്തിലെ ചെയിൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഏതായിരിക്കും മെയിൻ ചെയിൻ എന്ന് പറയുന്നത്? അപ്പൊ റൂള് സെറ്റ് ആയല്ലോ. അപ്പൊ റൂള് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട, കാരണം നമുക്ക് 2-3 എക്സാമ്പിൾ ചെയ്യുമ്പോൾ തന്നെ ഇത് സെറ്റ് ആവും. നമുക്ക് 2-3 എക്സാമ്പിൾ ചെയ്യുമ്പോൾ തന്നെ ഇത് സെറ്റ് ആക്കി എടുക്കാം. ഓക്കെ, ഇത് വായിച്ചിട്ടേ. ഓക്കെ, അപ്പൊ റൂൾ എല്ലാവർക്കും സെറ്റ് ആയല്ല? അതായത് ഒന്നുമില്ല, ആൽക്കൈന്റെ നമ്പർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഓർഡർ എന്താ വെച്ചാൽ ഫസ്റ്റ് നമ്മൾ പൊസിഷൻ നമ്പർ ഓഫ് ദി ബ്രാഞ്ച്, നമ്മൾ കണ്ടുപിടിച്ച ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്പർ ഫസ്റ്റ് കൊടുക്കണം. പിന്നെ ഒരു ഹൈഫൺ ഇടുക. അത് കഴിഞ്ഞിട്ട് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ നെയിം എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. പിന്നെ വേർഡ് റൂട്ട് കൊടുക്കുക, സഫിക്സ് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് മൊത്തത്തിൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ എടുക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഒന്നും വേണ്ട, നമ്മൾ ഈ സെറ്റ് ആക്കിയിട്ടേ പോവും. നമുക്ക് ഇതിന്റെ കുറച്ച് എക്സാമ്പിൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഐഡിയ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മളെ ഒന്നാമത്തെ എക്സാമ്പിൾ അറിയുന്നത്. ഓക്കെ, സോ ഇതിൽ നമുക്കൊന്ന് കാർബൺ ആറ്റത്തിന്റെ നമ്പർ, ഇതിൽ ഫസ്റ്റത്തെ റൂൾ നമ്പർ 1 എന്നാണ് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയ ചെയിനാണ് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഏതാണെന്ന് നോക്കാം. നമ്പർ ചെയ്യുന്ന സമയത്ത് 1 2 3 4 5 6 6 കാർബൺ ആറ്റം കിട്ടുന്നുണ്ട്. അപ്പൊ ഏതായിരിക്കും? ഇവിടെ 6 കാർബൺ ആറ്റം കിട്ടുന്നുണ്ട്. നമ്മൾ ഓപ്പോസിറ്റ് നെയിം ചെയ്യുന്നെങ്കിലോ 1 2 3 4 5 ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ എത്ര കാർബൺ ആറ്റം കിട്ടുന്നില്ലോ? 5 കാർബൺ ആറ്റം കിട്ടുന്നില്ലോ. അപ്പൊ ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുന്നത് ഏതാണ്? ഇതിനെയാണ് എന്ന് പറയുന്നത് ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം ഇതാണ് നമ്മുടെ ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്. ഇതെന്നാണ്? ബ്രാഞ്ച് ആണ്. ഓക്കെ, അപ്പം ലോങ്സ്റ്റ് ചെയിൻ ഏതാന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത റൂൾ നമ്പർ 2 എന്നാണ്
ഈ ലോങ്സ്റ്റ് ചെയിൻ ഏതാണെന്ന് നമുക്ക് റൂൾ നമ്പർ 1 അനുസരിച്ച് ലോങ്സ്റ്റ് കാർബൺ ചെയിനും കിട്ടി, അതുപോലെ നമ്മൾ ബ്രാഞ്ചിനെയും മനസ്സിലാക്കി, ബ്രാഞ്ച് അല്ലെങ്കിൽ ശാഖേനെയും മനസ്സിലാക്കി. ഇനി നമുക്ക് ഇനി മുതൽ ബ്രാഞ്ച് നമുക്ക് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയാം, കാരണം അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി. ഓക്കെ, അപ്പൊ നമ്മൾ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ അതായത് മെയിൻ ചെയിനും കണ്ടുപിടിച്ചു, ആൽക്കൈൽ ഗ്രൂപ്പും കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ? രണ്ടാമത്തെ റൂൾ എന്താണ്? നമുക്ക് കിട്ടിയ ഈ ബ്രാഞ്ച് അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പിന് എന്ത് വേണം? ലോവസ്റ്റ് ആയിട്ടുള്ള നമ്പർ കിട്ടണം. അത് നമുക്ക് ലെഫ്റ്റിൽ നിന്ന് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും നമ്പർ ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും നമ്പർ ചെയ്യാം. നമുക്കൊന്ന് നമ്പർ ചെയ്ത് നോക്കാലോ. ഫസ്റ്റ് നമുക്ക് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ചെയ്യാം. 1 2 3 4 5 6. ഓക്കെ, ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണെങ്കിലോ 1 2 3 4 5 6. ഓക്കെ, അപ്പൊ എപ്പാണ് ഇതിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്നത്? നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ആവുന്ന സമയത്ത് ഇനി 1 2 3 ഇതിന് കിട്ടുന്ന നമ്പർ എത്രയാ? 3 ആണ്. താഴേക്കാണെങ്കിലോ 1 2 3 4. ഇപ്പൊ ഇവിടെ ബ്രാഞ്ചിൽ കിട്ടുന്ന നമ്പർ ഏതാണ്? 4 ആണ്. 3 ആണോ 4 ആണോ ചെറുത്? 3 അല്ലേ ചെറുത്? അപ്പൊ ഏതാണ് നമ്പർ ചെയ്യേണ്ട ശരിയായ ഓർഡർ പറയുന്നത്? ഈ ഒരു ഓർഡർ ആണ് കറക്റ്റ്. ലോവസ്റ്റ് നമ്പർ കിട്ടുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്താണ് എന്ത് കിട്ടുന്നത്? കാർബൺ ചെയിനിൽ ലോവസ്റ്റ് നമ്പർ കിട്ടുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കാർബൺ ചെയിൻ കിട്ടിയ നമ്പർ 4 ആണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കാർബൺ ചെയിൻ കിട്ടിയ നമ്പർ 3 ആണ്. അപ്പൊ കറക്റ്റ് വേ ഓഫ് നമ്പറിങ് ഏതാണ്? ഈ രീതിക്കാണ്. ഓക്കെ അല്ലേ? നമുക്കത് കറക്റ്റ് ഒന്ന് നമ്പർ ചെയ്ത് എടുക്കാം. ഇതാ 1 2 3 4 5 6. ഇപ്പൊ ഇവിടെ കാർബൺ ചെയിൻ കിട്ടിയ നമ്പർ 3 ആണ്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ലോങ്സ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിച്ചു. അതിന് ചെയിനിൽ ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്മൾ നമ്പർ കൊടുത്തു. ഇനി നമുക്ക് എന്താണ് അടുത്ത എന്താണ്? ഏതാണ് ഇതിലത്തെ ബ്രാഞ്ച് ആയിട്ട് കൊടുത്തിട്ടുള്ളത്? CH3 അല്ലേ ഇവിടെ ബ്രാഞ്ച് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ CH3 എന്ന് പറയുമ്പോൾ CH3 എന്ന് പറയുമ്പോൾ ഈ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേരെന്താണ്? CH4 എന്ന് പറയുന്ന മീഥേൻ ആണ്. CH4 എന്നൊരു ഹൈഡ്രജൻ ആറ്റത്തിനെ റിമൂവ് ചെയ്യുന്ന സമയത്താണ് CH3 കിട്ടുന്നത്. അപ്പൊ ഇവിടെ കാർബൺ ആറ്റത്തിന്റെ എണ്ണം ഒന്നായതുകൊണ്ട് തന്നെ എന്താണ്? വേർഡ് റൂട്ട് പറയുന്ന മെതാണ്. ഇനി അതിന്റെ സഫിക്സ് എന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പിന്റെ നെയിം വരുന്ന സമയത്ത് നമ്മൾ ചേർക്കേണ്ട സഫിക്സ് ആണ് YL, അതായത് മീഥൈൽ ഗ്രൂപ്പ്. അപ്പൊ നമുക്ക് കിട്ടിയ ആൽക്കൈൽ ഗ്രൂപ്പ് പറയുന്നത് മീഥൈലാണ്. ഇനി നമുക്ക് ഇതിന്റെ IUPAC നെയിം എഴുതി നോക്കാലോ. IUPAC നെയിം വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ റൂൾ എന്നാ പറഞ്ഞേ? ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ഈ ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്പർ ആണ്, അല്ലെങ്കിൽ സ്ഥാനസംഖ്യയാണ്. ഇവിടെ ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്പർ എത്രയാണ്? 3 ആണ്. അപ്പൊ 3. അടുത്ത് എന്താ ചെയ്യണ്ടേ? ഒരു ഹൈഫൺ കൊടുക്കണം. പിന്നെ അടുത്ത ഏതാ? ഇപ്പൊ ഫസ്റ്റ് സ്ഥാനസംഖ്യ എഴുതി, പിന്നെ ഒരു ഹൈഫൺ ഇട്ടു. പിന്നെ അടുത്ത് എന്താ കൊടുക്കേണ്ടത്? നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേരാണ്. ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേരെന്താണ്? മീഥൈൽ ഗ്രൂപ്പ് അല്ലേ? അപ്പൊ അത് കൊടുക്കാം. 3 മീഥൈൽ. 3 മീഥൈൽ. പിന്നെ അടുത്ത് എന്താണ്? വേർഡ് റൂട്ട് ആണ്. വേർഡ് റൂട്ട് എങ്ങനെയാ കൊടുക്കേണ്ടത്? ഇവിടെ നോക്കിയേ, എത്ര കാർബൺ ആറ്റയിലത്? 1 2 3 4 5 6. 6 ആവുന്ന സമയത്ത് അതിന്റെ വേർഡ് റൂട്ട് എന്താണ്? ഹെക്സ് അല്ലേ? മെത് എത് പ്രൊപ്പ് ബ്യൂട്ട് പെന്റ് ഹെക്സ്. 6 ആവുന്ന സമയത്ത് ഹെക്സ് ആണ്. അപ്പൊ 3 മീഥൈൽ ഹെക്സ്. ഇനി അടുത്ത എന്താണ്? അടുത്ത പറയുന്നത് അതിന്റെ സഫിക്സ് ആണ്. നമുക്കറിയാം ഇതിൽ ഏത് ബോണ്ട് മാത്രമേ ഇല്ലൂ? സിംഗിൾ ബോണ്ട് മാത്രമേ ഇല്ലൂ. അപ്പൊ സഫിക്സ് എന്താണ്? ANE. അപ്പൊ ആൻസർ വരുന്നത് 3 മീഥൈൽ ഹെക്സേൻ. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് പ്ലസ് നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് പ്ലസ് വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ്. ഇവിടെ സഫിക്സ് പറയുന്നത് ANE. ഇപ്പൊ നേരത്തെ നമ്മൾ നേരത്തെ നിങ്ങൾക്ക് ആ റൂളെല്ലാം കാണുമ്പോൾ ഒരു പേടി ഉണ്ടായിട്ട്, ഇപ്പൊ നമുക്ക് നോക്കിയാൽ ഇപ്പൊ റൂൾ ഏകദേശം സെറ്റ് ആയില്ലേ മക്കളെ? പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഇനി പിന്നെ കമന്റ് അതിലൂടെ തന്നെ ഒരു ടെലഗ്രാം ചാനലിന്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് മാക്സിമം എല്ലാവരും അതിൽ കയറാൻ ശ്രമിക്കുക. കാരണം എല്ലാ ദിവസവും മോർണിംഗ് നിങ്ങളുടെ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്സ് എല്ലാമായിട്ട് ബന്ധപ്പെട്ട ഓരോരോ
ഓരോ സബ്ജക്റ്റിനും വേണ്ട സബ്ജക്റ്റായിട്ട് റിലേറ്റ് ചെയ്ത ക്വിസ് ഉണ്ടാവും. ഒരു 10 ക്വസ്റ്റ്യൻ അടങ്ങിയ ഒരു ക്വിസ് ഉണ്ടാവും. അതിന് ആൻസർ നിങ്ങൾക്ക് അന്നേരം തന്നെ കാണാനും പറ്റും. അപ്പോൾ മാക്സിമം എല്ലാവരും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതുപോലെ ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലെടുക്കുന്ന ഈ നോട്ട്സിൻ്റെ എല്ലാം PDF-ഉം ആ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അപ്പോൾ ഫസ്റ്റ് കോമ്പൗണ്ടിന്റെ പേര് പറയുന്നത് 3-methyl hexane ആണ്. ഈ രണ്ടാമത്തെ കോമ്പൗണ്ടിന്റെ പേര് നോക്കിയാലോ, നമുക്കൊന്ന് നമ്പർ ചെയ്ത് നോക്കാലോ. നിങ്ങൾ തന്നെ എല്ലാവരും ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, നിങ്ങൾ തന്നെ എല്ലാവരും ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ നോക്കുക. സോ നമുക്ക് ഫസ്റ്റ് റൂൾ പ്രകാരം എന്താ കണ്ടുപിടിക്കേണ്ടത്? ലോങ്സ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിക്കേണ്ടത്. ഇതിലത്തെ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ എന്നാ നമുക്ക് നമ്പർ ചെയ്ത് നോക്കാലോ. 1 2 3 4 5. ഇങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് 5 കാർബൺ ആറ്റം കിട്ടുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം. ഇപ്പൊ ഇതുപോലെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കാർബൺ ആറ്റം കിട്ടും? 1 2 3 4 4 കാർബൺ ആറ്റം കിട്ടും. അപ്പൊ ഏതാ മെയിൻ ചെയിൻ? ഇതിനെയാണ് നമുക്ക് എന്ന് പറയാൻ പറ്റുന്നത്? മെയിൻ ചെയിൻ എന്ന് പറയാൻ പറ്റുന്നത്. സോ ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ. ഓക്കെ ആണോ? സോ ഇത് മെയിൻ ചെയിൻ. ഏതാ ബ്രാഞ്ച് ആയിട്ട് വരുന്നത്? ഇത് ബ്രാഞ്ച്. ഓക്കെ ആണോ? ബ്രാഞ്ച് അല്ലെങ്കിൽ ശാഖ എന്ന് പറയുന്നത് ഇതാണ്. ഇത്രയും സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ഇപ്പം ലോങ്സ്റ്റ് കാർബൺ ചെയിനെയും കണ്ടുപിടിച്ചു, അതിലത്തെ ശാഖേനെയും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഈ ശാഖയ്ക്ക് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ നമുക്ക് നമ്പർ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് 1 2 3 4 5. ഓക്കെ, ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ചെയ്യുന്നതാണെങ്കിലോ 1 2 3 4 5. അപ്പൊ നോക്കി, ഇവിടുന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടിയേ? ഇവിടുന്ന് ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്യുന്ന സമയത്ത് 3 ആയിട്ട്, ഇനി റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടിയേ? 3 ആയിട്ട്. അതായത് രണ്ട് രീതിയിൽ ചെയ്യുന്ന സമയത്തും, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ചെയ്യുന്ന സമയത്തും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ചെയ്യുന്ന സമയത്തും നമുക്ക് കിട്ടുന്ന നമ്പർ സെയിം ആണ്. അപ്പം പിന്നെ കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ പൊസിഷൻ നമ്പർ പറയുന്നത് ശാഖ രണ്ടും സെയിം നമ്പർ ആയതുകൊണ്ട് തന്നെ പൊസിഷൻ നമ്പർ പറയുന്നത് എത്രയാണ്? 3 ആണ്. അപ്പൊ 3 ആണ് പൊസിഷൻ നമ്പർ. ഇനി അപ്പൊ നമ്മൾ ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്പർ നമ്മൾ എഴുതി. ഇനി അടുത്ത് എന്താ എഴുതേണ്ടത്? ഈ ശാഖേന്റെ പേരല്ലേ? ഇവിടെ ഇപ്പൊ ഏത് ഗ്രൂപ്പായാലും ഇത് CH3 ഗ്രൂപ്പ് അല്ലേ? മെയിൻ ആയിട്ട് ശരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരാൻ പോകുന്നത് CH3 CH2, അതായത് മീഥൈൽ ഗ്രൂപ്പ്, ഈഥൈൽ ഗ്രൂപ്പ്, പിന്നെ പ്രൊപ്പൈൽ വരെ വരാൻ സാധ്യതയുള്ളൂ. എല്ലാം പഠിച്ചു വെക്കുക. കാരണം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. കാരണം ബ്യൂട്ടൈൻ എന്ന് പറയുന്നതിന്റെ C4H10 ആണ് ബ്യൂട്ടൈൻ എന്ന് അറിയെങ്കിൽ C4H9 ബ്യൂട്ടൈൽ ആണെന്നുള്ളൊരു ലോജിക്ക് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പം മെയിൻ ആയിട്ട് വരാൻ സാധ്യത മീഥൈല്, ഈഥൈല്, പ്രൊപ്പൈല് വരാൻ സാധ്യത. എന്നാലും എല്ലാം ഒന്ന് നോക്കി വെക്കുക. കാരണം ഇപ്പം ക്വസ്റ്റ്യൻസ് എല്ലാം ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ടെസ്റ്റ് ആയിരിക്കും ഇഷ്ടമില്ലാത്ത അതുപോലെ ടെസ്റ്റ് നോക്കിയാൽ നമുക്ക് പണി കിട്ടണ്ടല്ലോ. എല്ലാവരും പഠിച്ചു വെക്കുക. ഓക്കെ, നമുക്കപ്പോൾ ഇവിടുത്തെ പൊസിഷൻ നമ്പർ കിട്ടി, 3 ആന്ന് കിട്ടി. ബ്രാഞ്ചിന്റെ നെയിം എന്നാണ്? മീഥൈലാണ്. ക്യാപിറ്റൽ ലെറ്റർ ആണ് വേണ്ടേ. ക്യാപിറ്റൽ ലെറ്റർ ആണ് വേണ്ടത്. ഇതിന്റെ നമ്പർ പറയുന്നത് ഫസ്റ്റത്തെ ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം ഇംഗ്ലീഷിൽ വരുന്ന സമയത്ത്. 3 മീഥൈൽ. പിന്നെ അടുത്ത എന്താണ്? നമ്പർ ഓഫ് കാർബണാറ്റ് എത്ര ആണ് ഉള്ളത്? വേർഡ് റൂട്ട് ഇവിടെ എത്ര കാർബണാറ്റ് ഉള്ളത്? 5 കാർബണാറ്റ് ഉള്ളത്. അപ്പം വേർഡ് റൂട്ട് പെന്റ്. സഫിക്സ് പറയുന്നത് ഏൻ. 3 മീഥൈൽ പെന്റേൻ, അല്ലെങ്കിൽ ഇതാ 3 മീഥൈൽ പെന്റേൻ. 3 മീഥൈൽ പെന്റേൻ, ഇതാണ് ഇതിന്റെ സഫിക്സ് വരുന്നത്. 3 മീഥൈൽ പെന്റേൻ ആണ്. പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. കാരണം ഇവിടെയുള്ള ഫസ്റ്റത്തെ ലെറ്റർ എപ്പോൾ ഒന്നായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് ആ പ്രശ്നമില്ല. പക്ഷെ ഇംഗ്ലീഷ് മീഡിയത്തിലത്തെ കുട്ടികൾ, ഞാനിപ്പോ എഴുതുന്ന സമയത്ത് സ്മോൾ ലെറ്റർ ആയി. ശരിക്കും പറഞ്ഞാൽ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ടി ലെറ്റർ എപ്പോൾ ഒന്നായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. 3 മീഥൈൽ പെന്റേൻ ഇതാണെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ തന്നെ, എന്നാലും ഇവിടെ ആണെങ്കിൽ 3 മീഥൈൽ ഹെക്സേൻ, അതായത് ഫസ്റ്റത്തെ ലെറ്റർ എപ്പോൾ ഒന്നായിരിക്കണം? ക്യാപിറ്റൽ ആയിരിക്കണം നമ്പർ കൊടുക്കുന്ന സമയത്ത്. ഇത്രയും ഓക്കെ അല്ലേ? അതായത് ഫസ്റ്റ് നമുക്ക് IUPAC നോമൻക്ലേച്ചർ ഓഫ് ആൽക്കൈൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് മോർ നമ്പർ ഓഫ് കാർബണാറ്റുള്ള ചെയിനിനെ ലോങ്സ്റ്റ് ചെയിൻ അല്ലെങ്കിൽ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കണം. അതിന്റെ ബാക്കിയുള്ളതിനെ ശാഖ അല്ലെങ്കിൽ ബ്രാഞ്ച് ആയിട്ട് എടുക്കണം. രണ്ടാമത്തേത് പറയുന്നത് ആ ശാഖയ്ക്ക് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ നമ്പർ കൊടുക്കേണ്ടത്. മൂന്നാമത് പിന്നെ ഈ ശാഖേനെ വിളിക്കുന്ന പേരാണ് ആൽക്കൈൽ ഗ്രൂപ്പ്. ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് നമ്മുടെ
ആൽക്കേ അതായത് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ആയിട്ടിലെ ആൽക്കേനിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റിമൂവ് ചെയ്യുന്ന സമയത്താണ് ആൽക്കൈൽ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. ആൽക്കൈൽ ഗ്രൂപ്പിന് നെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും വേണ്ട, വേർഡ് റൂട്ട് പ്ലസ് YL ചേർത്താൽ മതി. നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിനനുസരിച്ചിട്ട് വേർഡ് റൂട്ട് കണ്ടുപിടിക്കുക, എന്നിട്ടാകുമ്പോൾ അതിൻ്റെ അപ്പുറം YL കൂടി ആഡ് ചെയ്താൽ നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ നെയിമിങ്ങും സെറ്റായി. ഓക്കെ ഓക്കെ അല്ലേ മക്കളെ? ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും ഇതേപോലത്തെ ടൈപ്പിലത്. നിങ്ങൾക്ക് അതിന്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിച്ചിട്ട് ആൻസർ അതിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റും. അഥവാ നിങ്ങളെ ആൻസർ റോങ് ആണെങ്കിൽ ആ റോങ് എന്ന അതിന്റെ റീസൺ എന്നാന്നും അതിന്റെ എക്സ്പ്ലനേഷൻ എന്നാന്നും ആ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പ്ലനേഷനും കാര്യമെല്ലാം കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ആ ചാനലിൽ ജോയിൻ ചെയ്താൽ നല്ലതായിരിക്കും. നിങ്ങൾ നോക്കിയിട്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻ നോക്കിയാലോ? ടെക്സ്റ്റ് ബുക്കിലത്തെ ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഓൾറെഡി നെയിം വന്നിട്ടുണ്ട്. നിങ്ങളോട് എന്നാ പറഞ്ഞിരിക്കുന്നത്? അതിലത്തെ മുഖ്യ ചെയിനിലത്തെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കോമ്പൗണ്ട് പറഞ്ഞത് CH3 CH2 CH2 CH3. മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണ ചോദിക്കുന്നത്. ഇതിലപ്പോ ഏതായിരിക്കും മുഖ്യ ചെയിൻ എന്ന് പറയുന്നത്? ഇത് നോക്കിയേ, 1 2 3 4 5. ഇവിടെ 5 കാർബൺ ആറ്റം കിട്ടുന്നുണ്ട്. ഇനി ഇങ്ങനെയാണെങ്കിലോ 1 2 3 4 ആണെങ്കിലോ ഇവിടെ 4 എണ്ണം കിട്ടുന്നല്ലോ. അപ്പൊ ഏതാണ് ഇതിലത്തെ മുഖ്യ ചെയിൻ എന്ന് പറയുന്നത്? ഇതാണ് ഇതിലത്തെ മുഖ്യ ചെയിൻ എന്ന് പറയുന്നത്. 1 2 3 4 5 കിട്ടുന്നത്. അപ്പൊ ഇതിലത്തെ മുഖ്യ ചെയിൻ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 5 ആണ്. ഓക്കെ, മുഖ്യ ചെയിനിലത്തെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 5 ആണ്. 5 ആവുന്ന സമയത്ത് അതിന്റെ പദമൂലം എന്തായിരിക്കും? നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ, പദമൂലം പെന്റാണ്. പദമൂലം എന്ന് പറയുന്നത് പെന്റാണ്. പിൻ പ്രത്യയം എന്ന് പറയുന്നത് പെന്റാണ്. ഇനി പിൻ പ്രത്യയം അഥവാ വേർഡ് റൂട്ട് പറയുന്നത് എന്താണ്? പിൻ പ്രത്യയം അഥവാ സഫിക്സ് പറയുന്നത് എന്താണ്? സഫിക്സ് പറയുന്നത് ഇതിൽ എന്നായില്ലത് സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ സഫിക്സ് എന്നായിരിക്കും? AN ആയിരിക്കും. സഫിക്സ് പറയുന്നത് AN ആയിരിക്കും. വേർഡ് റൂട്ട് പറയുന്നത് പെന്റാണ്. മെയിൻ ചെയിലത്തെ നമ്പർ ഓഫ് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 5 ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ വേർഡ് റൂട്ട് പറയുന്നത് പെന്റാണ്. സഫിക്സ് പറയുന്നത് AN ആണ്. കാരണം ഇതിൽ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ, ആൽക്കെയിൻ ആണ്. അപ്പൊ സഫിക്സ് പറയുന്നത് AN ആണ്. സഫിക്സ് അല്ലെ പ്രത്യയം എന്ന് പറയുന്നത് AN ആണ്. ഇനി ശാഖയായി വരുന്ന ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേരാ പറയുന്നത്. ശാഖയായി വരുന്ന ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേര് എന്ന് പറയുന്ന സമയത്ത് ഇതിൽ നോക്കിയ ഏത് ഗ്രൂപ്പാണ് വരുന്നത്? CH3 ഗ്രൂപ്പാണ്. CH3 ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേരെന്നായിരിക്കും? മീഥൈൽ ആയിരിക്കും. മീഥൈൽ ഗ്രൂപ്പാണ്. ശാഖയുടെ സ്ഥാനമാണെങ്കിലും നമുക്കൊന്ന് നമ്പർ ചെയ്ത് നോക്കിയാലോ? 1 2 3 4 5. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്പർ ചെയ്യുന്ന സമയത്ത് ഇതിന് കിട്ടുന്ന നമ്പർ 2 ആണ്. ഇനി തിരിച്ചിട്ടാണെങ്കിലോ 1 2 3 4 5. ഇപ്പം കിട്ടുന്ന നമ്പർ എത്രയാണ്? 4 ആണ്. അപ്പൊ ഇതിൽ ഏതാ ലോവസ്റ്റ് നമ്പർ? 2 ആണ് ലോവസ്റ്റ് നമ്പർ. അപ്പം അതിന്റെ നെയിം 2 ആണ് അതിന്റെ ശാഖയുടെ സ്ഥാനം എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ IUPAC നെയിം എന്നായിരിക്കും? ഇവിടെ ഇപ്പൊ ആൻസർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്കൊന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് ശാഖയുടെ സ്ഥാനം എത്രയുണ്ടത്? 2 ആണ്. 2 ഹൈഫൺ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേരെന്താണ്? മീഥൈൽ ഗ്രൂപ്പാണ്. METHYL. മീഥൈൽ 2 മീഥൈൽ. വേർഡ് റൂട്ട് എന്നാണ്? പെന്റാൻഡൈനി. സഫിക്സ് ആണെങ്കിലോ AN ആണ്. 2 മീഥൈൽ പെന്റേൻ ആണ് ആൻസർ. ഓക്കെ ആണോ? ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം റൂളും കാര്യമെല്ലാം സെറ്റ് ആയില്ലേ? ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റത്തെ നമുക്ക് കോമ്പൗണ്ട് നമുക്ക് എടുത്ത് എഴുതാം. CH3 CH CH2 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 CH3. 1 2 3 4 5 6. 1 2 3 4 5 6. ഓക്കെ, CH3. ഓക്കെ, സോ അപ്പൊ നമുക്കതിന്റെ ഫസ്റ്റത്തെ റൂൾ നമ്പർ 1 എന്നാണ്? ഇതിൽ ഏതാണ് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഏതാണെന്ന് കണ്ടുപിടിക്കലാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയ ചെയിനിനെ കണ്ടുപിടിക്കലാണ്. സോ ഇതിൽ നമുക്ക് നോക്കിയെങ്കിൽ നമുക്കൊന്ന് നമ്പർ ചെയ്ത് നോക്കിയാണെങ്കിൽ ഇങ്ങനെയാണ് 1 2 3 4 5 6. ഇങ്ങനെയാണ് നമുക്ക് എത്ര നമ്പർ കിട്ടുന്നുണ്ട്? 6 കാർബൺ ആറ്റുള്ള ചെയിൻ ആണ്. കൂടുതൽ നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇങ്ങോട്ടേക്ക് ആവുന്ന സമയത്ത് എത്ര കാർബണേ കിട്ടൂ? 3 കാർബണേ കിട്ടൂ. അപ്പം ഇതാണ് അതിന്റെ എന്ന് പറയുന്നത് മെയിൻ ചെയിൻ എന്ന് പറയുന്നത്.
ഇതാണ് അതിന്റെ മെയിൻ ചെയിൻ, ഇതാണ് അതിന്റെ ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ നെയിം നമ്പർ ഇട്ട് കൊടുക്കാലോ. ഇപ്പൊ നമ്മൾ അതിന്റെ ലോങ്സ്റ്റ് ചെയിൻ ഏതാ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഇപ്പം അതിന്റെ ലോങ്സ്റ്റ് ചെയിൻ ഏതാ നമുക്ക് മനസ്സിലായി. രണ്ടാമത് നമുക്ക് വേണ്ട കാര്യം എന്താണ്? ഇതിന് ഈ ചെയിനിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ ഇതിന് നെയിം ചെയ്ത് കൊടുക്കലാണ്. സോ നമുക്ക് ഫസ്റ്റ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചെയ്യാം. 1 2 3 4 5 6. ഓക്കെ, ഇവിടുന്ന് നമ്പർ ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടിയത്? ഈ ചെയിൻ കിട്ടിയ നമ്പർ 2 ആണ്. തിരിച്ചിട്ടാണെങ്കിലോ 1 2 3 4 5 6. അപ്പം ഇവിടെ നമ്പർ ചെയ്യുന്ന സമയത്ത് 2 ആ കിട്ടിയത്, ഇവിടെ നമ്പർ ചെയ്യുന്ന സമയത്ത് 5 ആ കിട്ടിയത്. ഏതാണ് ലോവസ്റ്റ് നമ്പർ? 2 ആണ്. അപ്പം ശാഖയുടെ പൊസിഷൻ നമ്പർ പറയുന്നത് 2 ആണ്. 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണ്? മീഥൈനാണ്. അതന്നെ എപ്പോഴും നമ്മൾ ഫസ്റ്റത്തെ ലെറ്റർ എപ്പോൾ ഒന്നായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. 2 മീഥൈൽ. അടുത്ത എന്താണ്? വേർഡ് റൂട്ട് എന്താണ്? ഇവിടെ എത്ര കാർബണാറ്റ ഉള്ളത്? 6 കാർബണാറ്റ ഉള്ളത്. അപ്പൊ 2 മീഥൈൽ ഹെക്സ്. സഫിക്സ് എന്നാ വരുന്നത്? ഏനാണ്. 2 മീഥൈൽ ഹെക്സേൻ. അപ്പൊ ഫസ്റ്റത്തെ കോമ്പൗണ്ട് വരുന്നത് 2 മീഥൈൽ ഹെക്സേൻ ആണ്. നമുക്ക് ഈ ഒരു ടേബിൾ നോക്കാലോ. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ടേബിൾ തരുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഈ ടേബിൾ നോക്കിയാണെങ്കിൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ, നെയിം ഓഫ് ബ്രാഞ്ച്, പൊസിഷൻ ഓഫ് ബ്രാഞ്ച്, IUPAC നെയിം. ശരിക്കും അങ്ങനെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനത്തെ ടേബിൾ തരാനുള്ള കാരണം തന്നെ നിങ്ങൾക്ക് ആ റൂള് മൈൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ നേരത്തെ വന്നിട്ട് നമ്മൾ ഈ IUPAC നോമൻക്ലേച്ചർ വരുന്ന സമയത്ത് അതിന്റെ ഓർഡർ ഫസ്റ്റ് എന്ന് പറയുന്നത് പൊസിഷൻ നമ്പർ ഓഫ് ദ ബ്രാഞ്ച് ആണ്. പിന്നെ നെയിം ഓഫ് ആൽക്കൈൽ, പിന്നെ ഒരു ഹൈഫൺ ഇട്ടിട്ട് നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്, പിന്നെ വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് ആണ്. അപ്പൊ അങ്ങനത്തെ നിങ്ങളുടെ ഓർഡറും കാര്യമെല്ലാം മൈൻഡിൽ വരാനാണ്. ഓർഡറും അതുപോലെ തന്നെ റൂളും. ഇപ്പൊ നിങ്ങളുടെ ഫസ്റ്റത്തെ കോളത്തിൽ എന്താ കൊടുക്കുന്നത്? നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ. ശരിക്കും ഈ ലോങ്സ്റ്റ് ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉള്ളത്? 6 കാർബൺ ആറ്റം ഉള്ളത്. അപ്പം നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുന്നത് 6 ആണ്. ഇനി നെയിം ഓഫ് ദ ബ്രാഞ്ച്, ഇവിടെ ഏത് ബ്രാഞ്ച് ആയിട്ട് ഏതാണ്ടായി? CH3 ഗ്രൂപ്പ് ആണ്. അപ്പം ബ്രാഞ്ചിന്റെ പേരെന്താണ്? മീഥൈലാണ്. പൊസിഷൻ നമ്പർ ഓഫ് ദ ബ്രാഞ്ച് എത്രയാണ്? നമുക്ക് ലോവസ്റ്റ് നമ്പർ ആയിട്ട് എത്ര കിട്ടിയത്? 2 അല്ലേ? അപ്പൊ 2. അപ്പൊ ആൻസർ വരുന്നത് 2 മീഥൈൽ ഹെക്സേൻ ആണ് നമ്മളെ ആൻസർ വരുന്നത്. ഓക്കെ ആണോ? ആൻസർ വരുന്നത് 2 മീഥൈൽ ഹെക്സേൻ ആണ്. കാരണം നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിന്റെ ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 6 ആ കിട്ടീനി. ഇവിടെ പൊസിഷൻ നമ്പർ കൊടുക്കുന്ന സമയത്ത് 2 കിട്ടി ലോവസ്റ്റ് നമ്പർ ആയിട്ട്. പിന്നെ CH3 ഗ്രൂപ്പ് ആയതുകൊണ്ട് അത് എന്ത് ഗ്രൂപ്പാണ്? മീഥൈൽ ഗ്രൂപ്പാണ് വരുന്നത്. ഓക്കെ ആണോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. CH3 CH2 CH3 CH3. ഓക്കെ, ഇനി ഇത് നോക്കിയാണെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് റൂൾ നമ്പർ 1 എന്നാണ് ലോങ്സ്റ്റ് കാർബൺ ചെയിനെ കണ്ടുപിടിക്കലാണ്. അപ്പൊ ഇതിലേതാണ് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ വരുന്നത്? നമുക്ക് നോക്കാം. ഇങ്ങനെ നോക്കിയാണെങ്കിൽ എത്ര കാർബൺ ആറ്റം ഉള്ളത്? 1 2 3 4, 4 കാർബൺ ആറ്റം ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പം ഇത് നമുക്ക് എന്തായിട്ട് എടുക്കാം? ലോങ്സ്റ്റ് ചെയിൻ ആയിട്ട് എടുക്കാം. 1 2 3 4 എടുക്കാം. ഇത് നമുക്ക് എന്തായിട്ട് എടുക്കാം? ബ്രാഞ്ച് ആക്കിയിട്ടും എടുക്കാം. അപ്പൊ നെയിം ചെയ്യുന്ന സമയത്ത് 1 2 3 4. ഓക്കെ ആണോ? 1 2 3 4 ആണ് ഇതിൽ ഇത് വരുന്നത്. ബ്രാഞ്ച് വരുന്നത് മീഥൈൽ ഗ്രൂപ്പ് ആണ്. ഓക്കെ, അപ്പം വരുന്നത് ലോവസ്റ്റ് നമ്പർ ഇപ്പൊ എങ്ങനെ കിട്ടുന്നത്? ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ നമ്പർ ചെയ്യുന്ന സമയത്ത് ശാഖ കിട്ടുന്ന നമ്പർ 3 ആണ്. തിരിച്ചിട്ടാണെങ്കിലോ 1 2 3 4. അപ്പൊ ഇവിടെ എന്താണ്? 2 ആണോ 3 ആണോ ചെറുത്? അപ്പൊ എന്താ വരുന്നത്? 2 ആണ് ചെറുത്. അപ്പം പൊസിഷൻ നമ്പർ 2 മീഥൈൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 4 കാർബൺ ആറ്റം ഉള്ളത്. അപ്പൊ 2 മീഥൈൽ ബ്യൂട്ടൈൻ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ ആണോ? നമുക്കിനി കോളം ഫില്ല് ചെയ്താല. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദി ലോങ്സ്റ്റ് ചെയിൻ എത്ര ഉണ്ടായേ? 4 ആണ്. നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മീഥൈൽ ഗ്രൂപ്പ് ആണ്. പൊസിഷൻ നമ്പർ പറയുന്നത് 2 ആണ്. ആൻസർ വരുന്നത് 2 മീഥൈൽ ബ്യൂട്ടൈൻ ആണ് നമ്മളെ ആൻസർ വരുന്നത്. ഓക്കെ ആണോ? ഇനി നമുക്ക് ഈ ആൻസർ ഒന്ന് ഇറേസ് ചെയ്യാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലത്തെ ഇറേസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ തന്ന നോട്ടിലത്തെ ഇറേസ് ചെയ്യാൻ പറ്റില്ല.
പക്ഷെ എനിക്ക് ഇവിടെ എറേസ് ചെയ്യാം കാരണം വേറെ സ്പേസ് ഇല്ല. നെക്സ്റ്റ് കോമ്പൗണ്ട് പറയുന്നത് CH3 CH CH2 CH2 CH3 CH2 CH3 ആണ് അടുത്ത കോമ്പൗണ്ട് പറയുന്നത്. ഓക്കെ ആണോ? CH3 CH CH2 CH2 CH3. ഓക്കെ, നമുക്ക് ഇതിൽ എന്നാ വേണ്ട ഫസ്റ്റ്. അപ്പൊ റൂൾ നമ്പർ 1 എന്നാണ്? റൂൾ നമ്പർ 1 പറയുന്നത് ലോങ്സ്റ്റ് കാർബൺ ചെയിനെ കണ്ടുപിടിക്കലാണ്. അതായത് ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയ ചെയിനെ കണ്ടുപിടിക്കലാണ്. നമുക്ക് ഏതാ നോക്കാലോ. ഇവിടുന്ന് ഇപ്പൊ ഇങ്ങനെ എടുക്കുന്നെങ്കിൽ എത്ര കാർബൺ ആറ്റ വരുന്നത്? 1 2 3 4 5 5 കാർബൺ ആറ്റ വരുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ എടുക്കുകയാണെങ്കിലോ 1 2 3 4. അപ്പൊ നേരത്തെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് 5 എണ്ണം കിട്ടി, ഇങ്ങനെ എടുക്കുന്ന സമയത്ത് 4 എണ്ണം കിട്ടി. ഓക്കെ, അപ്പം 2 കാർബൺ ചെയിൻ കിട്ടി. ഇനി നമുക്ക് തിരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് എടുത്തു നോക്കിയാലോ. ഇത് ഇങ്ങനെ മെയിൻ ചെയിൻ എടുക്കുന്നെങ്കിലോ 1 2 3 4 5 6. അപ്പൊ എത്ര കാർബൺ ആറ്റത്തിന് കിട്ടി? 6 കാർബൺ ആറ്റത്തിന് കിട്ടിയില്ലേ? അപ്പൊ ഏതാണ് ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്? ഇങ്ങനെയില്ല, ഇതിനല്ലേ നമുക്ക് ലോങ്സ്റ്റ് ചെയിൻ പറയാൻ പറ്റൂ. കാരണം ലോങ്സ്റ്റ് ചെയിൻ ആവുന്ന സമയത്ത് വേറെ ഒന്നും വേണ്ട, ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം എവിടെയാണോ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ളത് അതിനെ നമുക്ക് ഏതായിട്ട് എടുക്കാം? ലോങ്സ്റ്റ് ചെയിൻ ആയിട്ട് എടുക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയത് എത്ര? 5 കാർബൺ ആറ്റത്തിനാണ്. ഇനി ഇങ്ങനെ നോക്കുന്ന സമയത്താണെങ്കിലോ ഇങ്ങനെ കിട്ടിയ 4 കാർബൺ ആറ്റത്തിനാണ്. ഇനി തിരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്താണെങ്കിലോ എത്ര കാർബൺ ആറ്റത്തിന് കിട്ടി? 6 കാർബൺ ആറ്റത്തിന് കിട്ടി. അപ്പൊ നമ്മൾ ലോങ്സ്റ്റ് ചെയിൻ ഏതാണ്? ഇങ്ങനെ എടുക്കുന്ന ഇതിനാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഇത് കുറച്ച് ചിലപ്പോൾ നിങ്ങൾ തിരിച്ചിട്ടെല്ലാം എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ചിലപ്പോൾ നിങ്ങൾ എക്സാമിൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ ലോങ്സ്റ്റ് ചെയിൻ ഏതാണ്? ഇതാണ് നമ്മുടെ ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ നമ്പർ ചെയ്ത് കൊടുത്താലോ. ഇത് ലോങ്സ്റ്റ് ചെയിനും ഇതെന്നാണ്? ഇതാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ലോങ്സ്റ്റ് ചെയിന് ബ്രാഞ്ച് ആണ്. ഓക്കെ ആണോ? ഇനി നമുക്കൊന്ന് നമ്പർ ചെയ്ത് കൊടുത്താലോ. നമ്പർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഇവിടുന്നാണ് നമ്പർ ചെയ്യുന്നെങ്കിൽ 1 2 3 4 5 6. ഇവിടെ ഇപ്പം ബ്രാഞ്ചിൽ കിട്ടിയ നമ്പർ എത്രയാണ്? 3 ആണ്. അതായത് ഇനി തിരിച്ചിട്ടാണെങ്കിലോ, കാരണം ഈ ഒരു ഇപ്പൊ നിങ്ങൾക്ക് വൃത്തിക്ക് വരച്ചുതരാം. CH3 CH CH2 CH2 CH3 CH2 CH3. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ നമ്പർ കൊടുക്കുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെ നമ്പർ കൊടുക്കുന്നുണ്ട് 1 2 3 4 5 6. കാരണം ഇതാണ് നമ്മൾ ബ്രാഞ്ച് ആയിട്ട് എടുക്കുന്നത്. കാരണം ഈ കാർബണായിട്ട് അറ്റാച്ച് ചെയ്ത് ഇതിനെ നമ്മൾ ബ്രാഞ്ച് ആയിട്ട് എടുക്കുന്നത്. ഇതാണ് എന്ന് പറയുന്നത് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ ബ്രാഞ്ചിന് എത്ര നമ്പർ കിട്ടുന്നത്? 3 നമ്പർ കിട്ടുന്നത്. ഇനി തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലോ 1 2 3 4 5 6. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് എത്ര കിട്ടുന്നത്? 4 ആണ്. 3 ആണോ 4 ആണോ വലുത്? 4 വലുതാണ്, 3 ചെറുതാണ്. നമുക്ക് ഏതാ വേണ്ടേ? ചെറുതിനല്ലേ വേണ്ടേ? അപ്പം നമ്മുടെ പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് എത്രയാണ്? 3 ആണ്. ഇനി ഏതാണ് ഇവിടുത്തെ ബ്രാഞ്ച് ആയിട്ടുള്ളത്? CH3 ഗ്രൂപ്പ് അല്ലേ? ഇതല്ലേ നമ്മളെ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പം നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് പറയുന്നത് മീതേല്, 3 മീതേൽ. ഇനി നമ്പർ ഓഫ് കാർബൺ ആറ്റം എത്രയാണ് ഉള്ളത്? 6 കാർബൺ ആറ്റം ഉള്ളത്. അപ്പൊ അതിന്റെ വേർഡ് റൂട്ട് എന്താണ്? എക്സ് ആണ്. സഫിക്സ് പറയുന്നത് AN ആണ്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ ഓക്കെ, നമ്പർ ഓഫ് കാർബൺസിന്റെ ലോങ്സ്റ്റ് ചെയിന് 6 കാർബൺ ഉണ്ടായിനി. ഇതാ 1 1 2 3 4 5 6. ഓക്കെ, സോ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ 6 ഉണ്ടായിനി. നെയിം ഓഫ് ബ്രാഞ്ച് പറയുന്നത് മീതയിലാണ് ഉണ്ടായിനി. പൊസിഷൻ ഓഫ് ബ്രാഞ്ച് പറയുമ്പോൾ എത്രയാണ്? 3 ആയിരുന്നു. നെയിം വരുന്നത് 3 മീതൈൽ ഹെക്സേൻ ആണ് നെയിം വരുന്നത്. ഓക്കെ ആണോ മക്കളെ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഫസ്റ്റ് ചെയ്തെടുക്കേണ്ട ഫസ്റ്റ് ബ്രാഞ്ച് ആയിട്ട് എടുത്തത് ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ലോങ്സ്റ്റ് ചെയിൻ ആയിട്ട് എടുക്കുന്നത്. ഇതിനെന്തായിട്ട് എടുത്തു? ഇത് ബ്രാഞ്ച് ആയിട്ടും എടുത്തു.
ഓക്കെ, എവിടെയാണോ നമ്പർ ഓഫ് കാർബൺ ആറ്റം കൂടുതലുള്ളത് അതിനാണ് ഏതെടുക്കേണ്ടത്, ലോങ്സ്റ്റ് ചെയിൻ ആയിട്ട് എടുക്കേണ്ടത്. ഇതുപോലത്തെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഇതുപോലെ എല്ലാ ദിവസവും രാവിലെ മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി അതുപോലെ നിങ്ങൾ എല്ലാ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ അതിന്റെ ആൻസറും ഇപ്പൊ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ റോങ് ആണോ റൈറ്റ് ആണോ എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ റോങ് ആണെങ്കിൽ അതിന്റെ റീസൺ എന്താണെന്നും അതിന്റെ എക്സ്പ്ലനേഷനും ആ ടെലഗ്രാം ചാനലിൽ കിട്ടുന്നതായിരിക്കും. പറ്റുമെങ്കിൽ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. കാരണം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവും. നോക്കിയിട്ട് ചെയ്യുക. ലിങ്ക് എന്തായാലും താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ലാസ്റ്റത്തെ കോമ്പൗണ്ടും കൂടി നോക്കാം. CH3 CH2 CH2 CH3. ഞാൻ ഇറേസ് ചെയ്യുന്ന സമയത്ത് എല്ലാം പോയി, മൊത്തത്തിൽ ഇറേസ് ആയിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് ബാക്ക് അടിച്ചിട്ട് എൻ്റെ ആൻസറും കാര്യമെല്ലാം കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. എല്ലാവരും നോട്ടിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ നോട്ട് ചെയ്ത ആൻസർ എല്ലാം കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, സോ അടുത്ത കോമ്പൗണ്ട് പറയുന്നത് ഇതാണ്. ഇതിലിപ്പോ നമുക്ക് ഫസ്റ്റത്തെ റൂൾ പറയുന്നത് ലോങ്സ്റ്റ് ചെയിൻ. അപ്പൊ ഏതാ ലോങ്സ്റ്റ് ചെയിൻ നോക്കാനാ. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ എത്ര എണ്ണം കിട്ടല്? 1 2 3 4 5 5 കാർബണാറ്റാ കിട്ടുന്നത്. ഇനി ഇങ്ങനെയാണെങ്കിലോ 1 2 3 4 5 എങ്ങനെയാണെങ്കിലും കിട്ടുന്ന നമ്പർ ഓഫ് കാർബണാറ്റ് എത്രയാണ്? 5 തന്നെയാണ്. അപ്പൊ നമുക്ക് ഏതെടുക്കാം? ഇതിനെ ലോങ് ചെയിൻ ആയിട്ട് എടുക്കാം. കാരണം ഏത് ലോങ് ചെയിൻ എടുത്താലും ഒരുപോലെ തന്നെയാണ്. അപ്പൊ ഇത് ലോങ് ചെയിൻ എടുക്കാം. ഇതിനെന്തായിട്ട് എടുക്കാം? ബ്രാഞ്ച് ആക്കിയിട്ട് എടുക്കാം. ഓക്കെ ആണോ? ഇനി നമുക്ക് ബ്രാഞ്ചിന് നമ്പർ ഇട്ട് കൊടുക്കാം. ബ്രാഞ്ചിന് നമ്പർ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രാഞ്ചിന് ലോവസ്റ്റ് നമ്പർ ആയിരിക്കണം കിട്ടേണ്ടത്. ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് 1 2 3 4 5 തിരിച്ചിട്ടാണ് 1 2 3 4 5. അപ്പൊ എങ്ങനെയാണെങ്കിൽ ഇതിന് കിട്ടുന്ന നമ്പർ എത്രയാണ്? 3 ആണ്. ഓക്കെ, സോ 3. ഇനി ഇതിൽ കിട്ടുന്ന ഇതിൽ അറ്റാച്ച് ചെയ്ത ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണ്? CH2 CH3 ഗ്രൂപ്പാണ്. CH2 CH3 എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് കാർബൺ ആറ്റം എത്രയാണ് അതിലത്? 2 ആണ്. അപ്പം കിട്ടുന്നത് ഇതാണ് അതിന്റെ വേർഡ് റൂട്ട് പറയുന്നത്. പ്ലസ് YL ആൽക്കൈൽ ഗ്രൂപ്പ് പറയുമ്പോൾ ഈതൈൽ ഗ്രൂപ്പാണ് കിട്ടുന്നത്. അപ്പം ആൻസർ പറയുന്നത് 3 ഈതൈൽ. വേർഡ് റൂട്ട് എത്ര കാർബൺ ആയുള്ളത്? 5 കാർബൺ ആയുള്ളത്. 3 ഈതൈൽ പെന്റ്. സഫിക്സ് പറയുന്നത് എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. 3 ഈതൈൽ പെന്റേനാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ പറയുന്നത്. നമുക്ക് ഈ കോളം കൂടെ ഒന്ന് ഫില്ലാക്കാം. നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുന്നത് 5 ആണ്. നെയിം ഓഫ് ദ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഈതൈലാണ്. പിന്നെ പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് പറയുന്നത് 3 ആണ്. IUPAC നെയിം എന്ന് പറയുന്നത് 3 ഈതൈൽ പെന്റേനാണ്. ഓക്കെ മക്കളെ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ IUPAC നോമൻക്ലേച്ചർ എങ്ങനെ എഴുതുന്നത് പഠിച്ചു. ഓക്കെ, നമുക്കിപ്പോ ഒരു കോമ്പൗണ്ട് വന്നിട്ട് അതിന്റെ നെയിം എഴുതാൻ നമ്മൾ പഠിച്ചു. ഇനി ഇതിൽ വരുന്ന വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ടൈപ്പ് 2. ഇതും നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടൈപ്പാണ്. ഓക്കെ, ഒന്നിക്കൽ നിങ്ങൾക്ക് എക്സാമിന് ഇതുപോലെ കോമ്പൗണ്ട് സ്ട്രക്ചർ വന്നിട്ട് അതിന്റെ നെയിം IUPAC നെയിം എഴുതാൻ ചോദിക്കും. അല്ലെങ്കിൽ വേറൊരു ടൈപ്പാണ് ഇപ്പൊ നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുള്ള സാധനം എന്ന് വെച്ചാല് നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം. IUPAC name is given. Write the structural formula or draw the structure. നമുക്കിപ്പോൾ എന്താ വന്നേ? ഇതിപ്പോ ട്വിസ്റ്റ് ആയി. എന്ന് വെച്ചാൽ നമുക്കിവിടെ IUPAC നെയിം തന്നിട്ടുണ്ട്. നമ്മളോട് എന്നാ പറയുന്നത്? അതിന്റെ സ്ട്രക്ചർ ഡ്രോ ചെയ്യാനാ പറയുന്നത്. ഓക്കെ, അപ്പൊ സ്ട്രക്ചർ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സ്ട്രക്ചർ ഡ്രോ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കാർബണിന്റെ വാലൻസി. കാർബണിന്റെ വാലൻസി എത്രയാ പറഞ്ഞേ? 4 അല്ലേ? സോ കാർബണിന്റെ വാലൻസി 4 എന്നില്ല ഒരു സാധനം മൈൻഡിൽ വെച്ചിട്ട് നമുക്ക് വരക്കാൻ തുടങ്ങാം. ഓക്കെ ആണോ? പിന്നെ ഓൾറെഡി നിങ്ങളിപ്പം എന്നാണ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പഠിച്ചു, അതുപോലെ വേർഡ് റൂട്ട് എന്നാന്ന് പഠിച്ചു, എല്ലാം പഠിച്ചില്ലേ? അപ്പൊ അതെല്ലാം വെച്ചിട്ട് എല്ലാവരും അപ്പം നോട്ട് എടുത്തോ, വീഡിയോ പോസ് ചെയ്തോ, തന്ന ഓരോ കോമ്പൗണ്ട് ആയിട്ട് വരക്കാൻ തുടങ്ങിക്കോ. ഓക്കെ, അപ്പം ഞാനും വരക്കും, പക്ഷെ ഇത് നോക്കാൻ പാടില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് വരക്കണം കേട്ടോ. അപ്പൊ ഫസ്റ്റത്തെ കോമ്പൗണ്ട് ആണ് 2-methyl propane എന്ന് പറയുന്നത്. അപ്പം ഈ 2-methyl propane എന്നുള്ളത് നമുക്ക് എന്നാ മനസ്സിലാവുന്നത്? ഈ ഒരു IUPAC നെയിം നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ഇവിടെ ഇപ്പം ബ്രാഞ്ചിന്റെ നമ്പർ അപ്പൊ എത്രയാണ്? നമുക്ക് ഫസ്റ്റ് ഉള്ളത് ബ്രാഞ്ചിന്റെ നമ്പർ ആണ്. ബ്രാഞ്ചിന്റെ നമ്പർ എത്രയാണ്? 2 ആണ്. ബ്രാഞ്ച് നമ്പർ പറയുന്നത്
ബ്രാഞ്ചിന്റെ നമ്പർ അല്ലെങ്കിൽ ശാഖയുടെ നമ്പർ എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇവിടെ 2 ആണ്. അതാണ് ഇതിന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ. പിന്നെ എന്താ പറയുന്നത്? ആൽക്കൈൽ ഗ്രൂപ്പിന്റെ നെയിം എന്നാണ്? മീഥൈലാണ്. ആൽക്കൈൽ ഗ്രൂപ്പിന്റെ നെയിം പറയുന്നത് മീഥൈലാണ്. ആൽക്കൈൽ ഗ്രൂപ്പിന്റെ നെയിം പറയുന്നത് മീഥൈലാന്ന് മനസ്സിലായി. പിന്നെന്താണ്? ലാസ്റ്റിലെ സഫിക്സ് എന്താണ്? പ്രൊപ്പെയിൻ ആണ്. പ്രൊപ്പെയിൻ എന്ന് പറയുമ്പോൾ എത്ര കാർബൺ വേണം? 3 കാർബൺ ആണെന്ന് മനസ്സിലായി. AN ആയതുകൊണ്ട് അത് എന്താണ്? ആൽക്കെയിൻ ആണെന്നും നമുക്ക് മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എവിടുന്ന് കിട്ടും? ഈ തന്ന IUPAC നെയിം നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ആ ഐഡിയ എല്ലാം വെച്ചിട്ട് വേണം നമുക്ക് എന്ന് വരക്കാനില്ലത്? സ്ട്രക്ചർ വരക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ സ്ട്രക്ചർ വരക്കാം. 2-methyl propane. 2-methyl propane സ്ട്രക്ചർ വരക്കുന്ന സമയത്ത് ഫസ്റ്റ് പ്രൊപ്പൈൻ ആയതുകൊണ്ട് നമുക്ക് എത്ര കാർബൺ വരക്കണം? 3 കാർബൺ വരക്കണം. ആ 3 കാർബൺ ആദ്യം വരച്ചു വെക്കാം. പിന്നെന്താ പറയുന്നത്? 2-methyl propane. അപ്പൊ ഏത് കാർബണിലാണ്? ഇവിടെ ഇപ്പൊ കാർബൺ 1, 2, 3 നമ്പർ ഇടുകയാണെങ്കിൽ ഏത് കാർബണിലാണ് മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? സെക്കൻഡ് കാർബണിലാണ്. ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതിന് ഇതാണ് ഇങ്ങനെയാ എന്ന് വരുന്നത്? സെക്കൻഡ് ആയിട്ട് വരുന്നത്. അപ്പൊ സെക്കൻഡ് കാർബണിൽ നിന്ന് കൊടുക്കാം, മീഥൈൽ ഗ്രൂപ്പിന് വരക്കാം. മീഥൈൽ ഗ്രൂപ്പ് പറയുമ്പോൾ CH3 ഗ്രൂപ്പ്. ഇപ്പൊ കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയോ? ഇല്ലല്ല. നമ്മൾ രാവിലെ പഠിച്ച സംഭവമില്ലേ, അല്ല നേരത്തെ പഠിച്ച സംഭവമില്ലേ, കാർബൺ ആറ്റത്തിന്റെ വാലൻസി. ഇപ്പൊ ഈ കാർബൺ ആറ്റത്തിന് വാലൻസി ഇപ്പൊ കംപ്ലീറ്റ് ആണോ? അല്ലല്ല. കാർബൺ ആറ്റത്തിന്റെ വാലൻസി കംപ്ലീറ്റ് ആണോ? അല്ല. കാരണം ഇവിടെ ഇപ്പൊ നോക്കി, ഈ കാർബൺ നോക്കിയെങ്കിൽ ഇവിടെ എത്ര ഒരു ബോണ്ട് മാത്രമേ ഉള്ളൂ. കാർബണിന്റെ വാലൻസി എത്രയാന്നാ പറഞ്ഞേ? 4 ആന്നാ പറഞ്ഞേ. അപ്പൊ കാർബണേറ്റ് എത്ര കെമിക്കൽ ബോണ്ട് വേണം? 4 കെമിക്കൽ ബോണ്ട് വേണ്ടേ? ഇവിടെ എത്ര എണ്ണ ഉള്ളത്? 1 മാത്രമേ ഉള്ളൂ. അപ്പൊ ബാക്കി 3 കെമിക്കൽ ബോണ്ടിന് വരെ നമുക്ക് കെമിക്കൽ ബോണ്ടിന് ആര് വെച്ചിട്ട് ഫില്ല് ചെയ്യാം? ഹൈഡ്രജൻ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. അപ്പൊ എത്ര വരും? CH3 വരും. ഇവിടെ CH3 വരും. ഇവിടെ ആണെങ്കിലോ 1, 2, 3 ഉണ്ട്. അപ്പം ഒരു ഹൈഡ്രജനും കൂടി കിട്ടിയാൽ ഓക്കെ. അപ്പൊ CH. ഇവിടെ ആണെങ്കിലോ 1, 2 ഒന്നുണ്ട്. ബാക്കി നമുക്ക് എത്ര? 3 ഹൈഡ്രജനും കൂടി കൊടുത്താൽ CH3. അപ്പൊ CH3, CH, CH3, CH3. ഇതിനെ നമുക്ക് എന്ന് കൊടുക്കാം. ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ നമ്പർ ചെയ്യുന്ന സമയത്ത് ഇതേ നമ്പർ കിട്ടുന്നുണ്ടോന്ന്? 1, 2, 3. ഇതാണ് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കുന്നത്. ഇത് ബ്രാഞ്ചും ആണ്. അപ്പൊ നോക്കിയേ, ഇവിടെ ബ്രാഞ്ചിന് 2 ഒന്നും ഇല്ല. ഇതൊന്നും ഏതാണ് ബ്രാഞ്ചിന്? ആൽക്കൈൽ ഗ്രൂപ്പിന്റെ നെയിം പേരെന്താണ്? മീഥൈലാണ്. നമ്പർ ഓഫ് കാർബൺ ആറ്റം എത്രയാണ്? 3 ആണ്. അപ്പൊ വേർഡ് റൂട്ട് വരുന്ന പ്രൊപ്പാണ്. സിംഗിൾ ബോണ്ട് മാത്രമായതുകൊണ്ട് പ്രൊപ്പ് എയിന്. ഇതാണ് നമുക്ക് കിട്ടുന്ന ഒന്നാമത്തെ കോമ്പൗണ്ട് സ്ട്രക്ചർ പറയുന്നത്. ഓക്കെ ആണോ? ഒന്നാമത്തെ സ്ട്രക്ചർ ഇതാണ്, 2-methyl propane എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇതാണ് ഒന്നാമത്തെ കോമ്പൗണ്ട് സ്ട്രക്ചർ പറയുന്നത്. 2-methyl propane സ്ട്രക്ചർ ഇതാണ്. ഇതെല്ലാവരും ഒന്ന് കറക്റ്റ് ആണ് നോക്കുക. നമുക്ക് ഇനി രണ്ടാമത്തെ സ്ട്രക്ചർ വരക്കാം. രണ്ടാമത്തെ സ്ട്രക്ചർ നോക്കാം നമുക്ക്. എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ടെക്സ്റ്റ് ബുക്കിലത്തെ ആൻസർ ആയിട്ട് കറക്റ്റ്, ഇപ്പൊ ഞാൻ ചെയ്ത ആൻസർ ആയിട്ട് കറക്റ്റ് ആണോ നോക്കുക. രണ്ടാമത്തേത് 3-methyl heptane. 3-methyl heptane എന്ന് പറയുന്ന സമയത്ത് ബ്രാഞ്ചിന്റെ നെയിം പൊസിഷൻ നമ്പർ 3 ആണെന്ന് നമുക്ക് മനസ്സിലായി. ആൽക്കൈൽ ഗ്രൂപ്പ് മീഥൈലാന്ന് മനസ്സിലായി. ഹെപ്റ്റീൻ എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആയിട്ടുണ്ട്? 7 കാർബൺ ആയിട്ടുണ്ട് എന്ന് മനസ്സിലായി. AN ആയതുകൊണ്ട് അത് ആൽക്കൈൻ ഗ്രൂപ്പ് ആണെന്ന് മനസ്സിലായി. ഓക്കെ ആണോ? നമുക്ക് അതിന്റെ സ്ട്രക്ചർ വരച്ചു നോക്കാലോ. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ന് കൊടുക്കാം? നമ്പർ ഓഫ് കാർബൺ ആറ്റം വരക്കാം. എത്ര കാർബൺ ആറ്റം വരക്കണം? 7 3, 4, 5, 6, 7. 1, 2, 3, 4, 5, 6, 7. 7 കാർബൺ ആറ്റം വരച്ചു. ഇനി അടുത്ത് എന്താണ്? 3-methyl എന്ന് പറയുമ്പോൾ നമുക്കറിയാം എങ്ങനെ നമ്പർ 3 കിട്ടണമെങ്കിൽ എവിടെ വേണം? ഇവിടെ വേണം. അപ്പം ഇവിടെ വരച്ചു CH3 ഗ്രൂപ്പ്. ഓക്കെ, ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് വരക്കാം. 3-methyl heptane എന്ന് പറയുമ്പോൾ ഇതിനടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഫില്ല് ചെയ്യാം. CH3 ഇവിടെ നിന്ന് 2 ബോണ്ട് ഉണ്ട്. പിന്നെ CH2 ഇവിടെ 1, 2, 3 ഉണ്ട്. ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്യാം. 1, 2, 3, 4. പിന്നെ ഈ ശരിക്കും ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന സമയത്ത് ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. ഇവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന പറയുമ്പോൾ ഓരോ ബോണ്ട് വരച്ചിട്ട് അവിടെ ഹൈഡ്രജനെ കൊടുക്കുകയാണ് കേട്ടാ. അത് നമ്മൾ ഇതാ ഇങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ ഉണ്ടാവല്. CH2 എന്ന് പറയും ഇതാ, ഇങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ ഉണ്ടാവല്.
ഇതിന്റെ സ്ട്രക്ചർ പറയുമ്പോൾ സ്ട്രക്ചറൽ ഫോമുല പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവില്ലേ. അപ്പൊ CH2 എന്ന് പറയുമ്പോൾ മിസ് എന്നാ വരക്കെന്ന് പറയാൻ പാടില്ല. കാരണം ഈ CH2 എന്ന് പറയുന്നത് ഇവിടെ 2 ബോണ്ട് വരച്ചിട്ട് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നതാണ്. അതിന് നമ്മൾ എങ്ങനെ മോളിക്കുലർ ഫോമിൽ കണ്ടൻസ്ഡ് ഫോമിൽ വരുന്ന സമയത്ത് ഇതിനെ തന്നെ CH3 ഒരു സിയും 1 2 3 ഹൈഡ്രജനും അതിന് CH3 ആയിട്ട് എഴുതിയാണ്. ഇവിടെയാണ് 1 2 ഹൈഡ്രജനിലെ CH2 ആയിട്ട് എഴുതിയാണ്. ഓക്കെ. പിന്നെ ഈ 2 3 എല്ലാം എപ്പം ഈ ഹൈഡ്രജന്റെ താഴെ ആയിട്ട് കൊടുക്കാൻ നോക്കണം. കാരണം അതിപ്പോ നിങ്ങൾ ഇങ്ങനെ ആയിട്ട് എഴുതിയാൽ അതിലും എല്ലാം എന്താണ് മാർക്ക് കുറക്കും. എങ്ങനെ മാത്രമേ എഴുതാൻ പാടുള്ളൂ, ഇങ്ങനെ മാത്രം താഴെ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഓക്കെ. അതുകൊണ്ട് അങ്ങനത്തെ കാര്യത്തിലൊന്നും ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. കാരണം അതെല്ലാം ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ആണ്. പിന്നെ അഥവാ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. കാരണം ഒന്നും ബ്ലണ്ടർ ആണെന്ന് വെച്ചിട്ട് നിങ്ങൾ ഡൗട്ട് ചോദിക്കാണ്ടിരിക്കണ്ട. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ പറ്റും. അക്കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സോ ഇവിടെ ഇപ്പോൾ CH വന്നു. ഇവിടെ ആണെങ്കിലോ CH2 CH3. ഓക്കെ. അപ്പൊ ആൻസർ വരുന്നത് ഇതാണ് 3 മീതെ. ഇവിടെ ഒക്കെ നമുക്ക് നമ്പർ ഉണ്ടെന്ന് 4 5 6 7. അപ്പം മറ്റേതാണെങ്കിൽ ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്പർ 3 ആണ്. ബ്രാഞ്ച് നെയിം പറയുന്നത് മീതയിലാണ്. 3 മീതെ 7 ഹെപ്റ്റാണ് വേർഡ് റൂട്ട് വരുന്നത്. സഫിക്സ് വരുന്നത് AN. ഓക്കെ ആണോ? ഇനി മൂന്നാമത്തെ എന്താണ് 3 ഈഥൈൽ ഒക്ടേൻ. ഒക്ടേൻ എന്ന് പറയുമ്പോൾ എന്നാ വരുന്നത്? ഒക്ടേൻ എന്ന് പറയുമ്പോൾ എത്ര എണ്ണ വരുന്നത്? ഒക്ടേൻ എന്ന് പറയുമ്പോൾ എത്ര കാർബണാറ്റ ഉള്ളത്? 8 കാർബണാറ്റ ഉള്ളത്. പിന്നെ 3 ഈഥൈൽ ഒക്ടേൻ എന്ന് പറയുമ്പോൾ ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്പർ 3 ആണെന്ന് നമുക്ക് മനസ്സിലായി. ബ്രാഞ്ച് ഏതാണെന്ന് മനസ്സിലായി. ഈഥൈൽ ഗ്രൂപ്പ് ആണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് വരച്ചു തുടങ്ങിയാലോ. ഫസ്റ്റ് ഒക്ടേൻ ആവുകയാണെങ്കിൽ എത്ര കാർബണാറ്റം വരക്കുക? 8 കാർബണാറ്റം വരക്കുക. 1 2 3 4 5 6 7 8. ഓക്കെ. ഇനി 1 2 3 3 ആയതുകൊണ്ട് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ ഈഥൈൽ ഗ്രൂപ്പ് കൊടുക്കാം. CH2 CH3. ഓക്കെ. ഇനി നമുക്കിത് ഫില്ലാക്കി കൂടെ? ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്. ബാക്കി നമുക്ക് എന്താക്കാം? 3 ഹൈഡ്രജൻ ആറ്റം വരക്കുമ്പോൾ 1 2 3 ഈ 1 4. അടുത്ത 1 2 ഇവിടെ 2 ഉണ്ട്. 2 കൂടി വരക്കാം. CH2. ഇവിടെ 1 2 3 ഇതും കൂടി വരക്കുമ്പോൾ CH2. ഇനി ഇവിടെ CH2 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 CH3. ഇപ്പൊ നോക്കിയേ, ഇവിടെ 4 ഫില്ലായി. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 3 1 4. പിന്നെ ഇവിടെ ഇതാ 1 2 3 4 ഇവിടെ ഇതാ 4. ഓക്കെ. സോ ഇതാണ് എന്ന് പറയുന്നത് 3 ഈഥൈൽ ഒക്ടേന്റെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ ആണോ? ഇനി 4 ഈഥൈൽ ഡെക്കേന്റെ സ്ട്രക്ചർ നിങ്ങൾ തന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ അതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. ആൻസർ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ടും രേഖപ്പെടുത്തുക. എന്തായാലും വീഡിയോ കണ്ടവരെല്ലാം മാക്സിമം ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് അത് ഇതിന്റെ ആൻസർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇതിന്റെ സ്ട്രക്ചർ നിങ്ങൾ എന്തായാലും നിങ്ങൾ വരച്ച സ്ട്രക്ചറും ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന സ്ട്രക്ചറും കറക്റ്റ് ആണോ നോക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ കമന്റിൽ ശരിയായ ആൻസർ പിൻ ചെയ്ത് വെക്കുകയും ചെയ്യും. അല്ലെ? ഓക്കെ. സോ ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. പിന്നെ ഇനി 4ാമത്തെ 4 ഈഥൈൽ ഡെക്കേന് നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ നോക്കുക. ഈ വീഡിയോ കാണുന്ന എല്ലാ കുട്ടികളും ഇതിന്റെ ആൻസർ താഴെ കമന്റ് ബോക്സിൽ മാക്സിമം എല്ലാവരും ചെയ്യാൻ നോക്കുക. താഴെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതിൽ കറക്റ്റ് ആൻസർ ഏതാണോ, ഫസ്റ്റ് ആരാണോ കറക്റ്റ് ആൻസർ പോസ്റ്റ് ചെയ്യുന്നത് അവരെ കമന്റ് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. പിന്നെ അപ്പം മാക്സിമം എല്ലാവരും അവിടെ ആൻസർ കമന്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ. അപ്പോൾ 4 ഈഥൈൽ ഡെക്കേന് നിങ്ങളെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചെയ്യുക. ആൻസർ ശരി കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ മക്കളെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഈ ടൈപ്പും പറഞ്ഞു. അതായത് നമുക്ക് നേരത്തെ നമ്മൾ എന്ന് പറഞ്ഞു, ഒന്ന് എക്സാമിന് വരെയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കൊരു സ്ട്രക്ചർ എന്നിട്ട് അതിന്റെ IUPAC നെയിം എഴുതാൻ തരും എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു ട്വിസ്റ്റ് ചെയ്തിട്ടും പറയും IUPAC നെയിം വന്നിട്ട് സ്ട്രക്ചർ വരക്കാനും നമ്മളോട് പറയുമെന്ന് പറഞ്ഞു. ആ സ്ട്രക്ചർ വരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ കാർബണിന്റെ വാലൻസി എന്നുള്ള ഒരു ഐഡിയ നമ്മളെ മൈൻഡിൽ വേണം. പിന്നെ എന്താ വെച്ചാൽ IUPAC ഇപ്പൊ 2 മീഥൈൽ പ്രൊപ്പൈൻ ആണ്. ഫസ്റ്റത്തെ 2 എന്ന് പറയുന്നത് ശാഖയുടെ നമ്പർ അല്ലെ ബ്രാഞ്ചിന്റെ നമ്പർ എന്നുള്ള ഐഡിയ ഉണ്ടാവണം. മീഥൈൽ പറയുമ്പോൾ നമുക്ക് തന്ന ആൽക്കൈൽ ഗ്രൂപ്പിന്റെ നെയിം ആണെന്നുള്ള ഐഡിയ ഉണ്ടാവണം. പ്രൊപ്പ് എന്ന് പറയുന്ന വേർഡ് റൂട്ട് ആണെന്ന് മനസ്സിലാവണം. എയിൻ എന്ന് പറയുന്നത്
അതിന്റെ സഫിക്സ് ആണെന്ന് മനസ്സിലാവണം. ഇപ്പൊ 2 മീഥൈൽ പ്രൊപ്പൈൻ ആണെങ്കിൽ അതിൽ പ്രൊപ്പ് എന്ന് പറയുമ്പോൾ 3 കാർബൺ ആറ്റാന്ന് 3 കാർബൺ ആറ്റായിരിക്കും. അതുപോലെ 2 മീഥൈൽ ആയതുകൊണ്ട് രണ്ടാമത്തെ കാർബണിൽ ആയിരിക്കും ഉണ്ടാവല് CH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവല്. അങ്ങനെ നമുക്ക് ആ പേര് തന്നെ സ്ട്രക്ചർ വരക്കാനുള്ള ഐഡിയ നമുക്ക് വേണം. നിങ്ങളെ കൊണ്ട് എന്തായാലും പറ്റും. നിങ്ങളത് കുറച്ചൊന്ന് ശ്രമിച്ചാൽ മതി. അടിപൊളിയായിട്ട് ഈ പാഠം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അല്ലാണ്ട് എന്നെ കൊണ്ട് ആവൂലെന്ന് ഒരു മക്കൾക്കും തോന്നാൻ പാടില്ല. കാരണം എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റുന്നതേ ഇല്ലൂ. കാരണം നിങ്ങൾ ശരിക്കും പറഞ്ഞാല് നമ്മളിപ്പോ പണ്ട് നമ്മൾ ഒന്നും പഠിച്ചിട്ടാ എനിക്ക് 9ാം ക്ലാസ്സിലെല്ലാം മാർക്ക് കുറവുണ്ടായിരുന്നു മിസ്സേ, അപ്പൊ എനിക്കിപ്പം 10ല് പഠിക്കാൻ പറ്റുമോ, 10ൽ എനിക്ക് മാർക്ക് വാങ്ങാൻ പറ്റുമോ, അങ്ങനെല്ലാം ചോദിക്കുന്ന കുറെ കുട്ടികളെ കണ്ടിട്ടുണ്ട്. ഞാൻ സ്കൂളിലെല്ലാം പഠിപ്പിക്കുന്ന സമയത്തെല്ലാം അങ്ങനെ ചോദിച്ച കുറെ മക്കളെ എനിക്കറിയാം. പക്ഷെ ഞാൻ ശരിക്കും പറയട്ടെ, നിങ്ങളെ പാസ്റ്റ് വലിയ വിഷയമൊന്നുമല്ല. എന്ന് വെച്ചാൽ വിഷയമല്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റായിട്ടൊന്നുമില്ല. നിങ്ങളൊന്ന് എഫേർട്ട് ഇട്ടാൽ മതി. ഒന്നാമത് ഇപ്പൊ നിങ്ങളെ സ്റ്റാർട്ടിങ് ആണ്. ഇപ്പൊ നിങ്ങളുടെ 10th ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഇല്ലൂ. നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് യൂട്യൂബ് ചാനലില്, അതുപോലെ നിങ്ങൾക്ക് കുറെ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് വേണം നിങ്ങളെ ഡൗട്ട് എല്ലാം ചോദിക്കുക. നിങ്ങളൊന്ന് എഫേർട്ട് ഇട്ടാല് നിങ്ങൾക്ക് എന്തായാലും 10ാം ക്ലാസ് ഫുൾ A+ വാങ്ങുന്നത് പറയുന്നത് അത്ര വലിയൊരു ബാലി കയറാൻ മലയൊന്നല്ല. നിങ്ങളെ കൊണ്ട് ശ്രമിച്ചാൽ മതി. പാസ്റ്റ് ഡസൻ മാറ്റർ ആണ്. കാരണം നമ്മൾ എന്നാ പ്രസന്റ് ചെയ്യുന്നത് അത് മാത്രമേ കാര്യമുള്ളൂ. നിങ്ങൾ പ്രസന്റിൽ നിങ്ങളെ മാക്സിമം എഫേർട്ട് ഇട്ടാൽ മതി മക്കളെ. നിങ്ങൾ പണ്ട് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടായിട്ടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ, നിങ്ങൾക്ക് ഫുൾ A+ വാങ്ങുന്ന അത്രക്കും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ. കാരണം ഞാൻ ഇന്നലെയും കൂടെ റീല് കണ്ടതില്ല. ഒരു കുഞ്ഞിന്റെ മാർക്ക്, ഓന്റെ 9th മാർക്സ് കാർഡാണ്. അതിലെല്ലാത്തിലും ജസ്റ്റ് പാസ്സാണ്. പക്ഷെ പിന്നീട് നല്ലോണം മെനക്കെട്ടു പഠിച്ചു. 10ാം ക്ലാസ്സിന്റെ ലാസ്റ്റ് റിസൾട്ട് വരുന്ന സമയത്ത് ഒരു ഫുൾ A+ ഉണ്ടായിനി. കാരണം അതിപ്പോ ചിലരെല്ലാം വേണമെങ്കിൽ അതിനെ കളിയാക്കിയിട്ട് പറയും നമ്മളെ സിസ്റ്റത്തിന്റെ കുഴപ്പം, അങ്ങനെ ഇങ്ങനെയാലും പറയും. പക്ഷെ അതൊന്നല്ല. ശരിക്കും ആ കുഞ്ഞ് എഫേർട്ട് ഇട്ടുകൊണ്ട് മാത്രമാണ് ഓന് ആ മാർക്ക് കിട്ടിയത്. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ എഫേർട്ട് ഇട്ടാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് മേടിക്കാൻ പറ്റും. പിന്നെ കെമിസ്ട്രി ഒന്നും നിങ്ങൾക്ക് ഓർഗാനിക് അങ്ങനെ അറിയില്ല, എനിക്ക് പേടിയാന്നെല്ലാം പറയുന്ന കുറെ കുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് നമ്മളെ പിടിച്ചെന്നു പോകുന്നില്ലല്ലോ. നമ്മളൊന്ന് മനസ്സ് വിചാരിച്ചാല് നമുക്ക് എന്തായാലും എല്ലാം പഠിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് എഫേർട്ട് ഇട്ടാൽ മതി, എല്ലാം സെറ്റ് ആവും. ഓക്കെ. അപ്പൊ നമുക്കിനി 2 ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇത് പറയുന്നത് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് ഏരിയ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതന്നെ ചോദിക്കുന്നല്ല, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും ചോദിക്കാൻ സാധ്യത. ഓക്കെ. അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ ഗിവൺ സ്ട്രക്ചർ. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ പോസ് ചെയ്യുക. നിങ്ങൾ ഒറ്റക്ക് ഈ കോമ്പൗണ്ട് സ്ട്രക്ചർ നിങ്ങളെ നോട്ട്ബുക്കിൽ വരക്കുക. അതിന്റെ നെയിം ഒറ്റക്ക് തന്നെ എഴുതി കണ്ടുപിടിക്കാൻ നോക്കുക. ഓക്കെ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. നോക്കാം. CH3 CH2 CH2 CH CH2 CH3 CH3 ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ പറയുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മൾ IUPAC നെയിം ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വേണ്ട റൂൾ നമ്പർ 1 എന്നാണ് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിക്കുക. ഇതിലിപ്പോ ഏതാ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ നോക്കാലോ. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ എത്ര എണ്ണം വരുന്നത്? 1 2 3 4 5 6 6 കാർബൺ ആറ്റം വരുന്നുണ്ട്. ഇനി ഇങ്ങനെ എടുക്കുകയാണെങ്കിലോ, ഒരു മിനിറ്റ്, ഇങ്ങനെ നമ്മൾ എടുക്കുന്നെങ്കിലോ മക്കളെ 1 2 3 4 5 5 കാർബൺ ആറ്റം വരുന്നത്. ഇനി തിരിച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിലോ 1 2 3 4 മാത്രമേ വരുന്നുള്ളൂ. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് 1 2 3 4 5 6. അപ്പൊ ഏതാ ലോങ്സ്റ്റ് ചെയിൻ കിട്ടിയത്? ഇങ്ങനെ എടുക്കുമ്പോഴല്ലേ കിട്ടിയേ. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് 6 കാർബൺ ആറ്റം കിട്ടിയിട്ടുണ്ടായിനി. തിരിച്ചിട്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്താണെങ്കിലോ നമുക്ക് 5 കാർബൺ ആറ്റം കിട്ടിയിട്ടുണ്ടായിട്ടു. അപ്പൊ ഏതാ ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്? ഇതാണ് നമ്മളെ ലോങ്സ്റ്റ് ചെയിൻ. 1 2 3 4 5 6 6 കാർബൺ ആറ്റം ഈ ചെയിനാണ് നമ്മൾ എന്ന് പറയുന്നത്. ഈ ഒരു ചെയിനാണ് നമ്മളെ ലോങ്സ്റ്റ് ചെയിൻ. ലോങ്സ്റ്റ് ചെയിൻ ഏതാ നമുക്ക് മനസ്സിലായി. ഇതാണ് എന്ന് പറയുന്നതിന്റെ ബ്രാഞ്ച് എന്നും പറയുന്നത്. ഇപ്പൊ ലോങ്സ്റ്റ് ചെയിൻ ഏതാന്ന്, ബ്രാഞ്ച് ഏതാന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഒന്നാമത്തെ നമ്മളെ പരിപാടി കഴിഞ്ഞു. നമ്മൾ ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിച്ചു. രണ്ടാമത്തെ റൂൾ എന്താണ്? ഈ ചെയിനിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ ചെയ്യാനാണ്. നമുക്ക് നമ്പർ ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റ് ഇവിടെ ഇങ്ങോട്ട് കൊടുക്കാം. 1 2 3 4 5 6.
1 2 3 4 5 6. ഓക്കെ, അപ്പൊ ഇവിടുന്ന് നമ്പർ ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടിയ 3 ആണ്, ഇവിടുന്ന് നമ്പർ ചെയ്യുന്ന സമയത്ത് 4 ആണ് കിട്ടിയത്. ഏതാണ് ലോവസ്റ്റ് നമ്പർ? 3 അല്ലേ? അപ്പൊ നമ്മളെ ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്പർ ഏതാണ്? 3 ആണ്. ഇനി അടുത്ത ആൽക്കേ ഗ്രൂപ്പ് ഏതാണ്? CH3 ഗ്രൂപ്പ് ആണ്. CH3 ഗ്രൂപ്പ് പറയുമ്പോൾ ആൽക്കേ ഗ്രൂപ്പിന്റെ നെയിം എന്നാണ്? മീഥൈലാണ്. CH3 ആവുന്ന സമയത്ത് മീഥൈലാണ്. CH2 ആവുന്ന സമയത്ത് അത് ഈഥൈലാണ്. ഇനി CH2 ആവുന്ന സമയത്ത് അത് പ്രൊപ്പൈലാണ്. ആ ഒരു ഐഡിയ മക്കളെ എന്തായാലും നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവണം. നമ്മൾ നേരത്തെ ഒരു ടേബിളും കുറെ എക്സാമ്പിളും എല്ലാം പറഞ്ഞതാണ്. അതായത് നമ്മുടെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ പൂരിത ഹൈഡ്രോ കാർബണിന് ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റിമൂവ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മുടെ എന്ന് കിട്ടുന്ന ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേര് കിട്ടുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ വരുന്നത് 3 മീഥൈൽ വന്നു. പിന്നെ എന്താണ് ഇതിന്റെ സഫിക്സ് ആയിട്ട് ഇതിന്റെ വേർഡ് റൂട്ട് എന്നാ വരുന്നത്? 6 കാർബണാറ്റ് അതിലത്. അപ്പം എക്സ് സഫിക്സ് ഇതിൽ ഏത് മാത്രമേ ഉള്ളൂ? സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ നെയിം വരുന്നത് 3 മീഥൈൽ ഹെക്സൈൻ എന്നാണ്. 3 മീഥൈൽ ഹെക്സൈൻ. ഓക്കെ ആണോ? ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങളെ ഏതൊരു മിഡ് ടേമിനായിട്ടും ചോദിച്ചൊരു ഏതോ നിങ്ങളുടെ കഴിഞ്ഞ കൊല്ലത്തെ 10th ഒരു മിഡ് ടേം എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, സോ നമുക്ക് നോക്കി നോക്കാം. അനലൈസ് ദ ഗിവൺ കോമ്പൗണ്ട്. നമുക്ക് തന്ന കോമ്പൗണ്ട് ആദ്യം നോക്കി നോക്കാം. ഓക്കെ, CH3 CH2 CH2 CH3 ആണ്. ഇവിടെ ഇപ്പൊ നോക്കിയത് ഫസ്റ്റ് ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ഇൻ ദ മെയിൻ ചെയിൻ. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട് നോക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? മെയിൻ ചെയിൻ ഏതാന്ന് കണ്ടുപിടിക്കണം. നോക്കിക്കോ, ഇങ്ങനെ നമ്പർ കൊടുക്കുന്നത് എത്ര എണ്ണ വരുന്നേ? 1 2 3 4 5 6 കാർബൺ ആറ്റം വരുന്നത് ഇങ്ങനെ നമ്പർ കൊടുക്കുമ്പോൾ. ഇനി ഇങ്ങനെ നമ്പർ കൊടുക്കുന്നെങ്കിലോ 1 2 3 4 5 5 കാർബൺ ആറ്റം മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ എങ്ങനെ നമ്പർ കൊടുക്കുന്നേക്ക് നല്ലത്? ഇതുപോലെ നമ്പർ കൊടുക്കുന്നതല്ലേ നല്ലത്. ഓക്കെ, സോ അതാണ് നമ്മളെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ചെയിൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മളെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. ഇതെന്താണ്? ഇത് ബ്രാഞ്ചും. ഓക്കെ ആണോ? അപ്പൊ മെയിൻ ചെയിൻ എത്ര കാർബൺ ആറ്റം ഉള്ളത്? 1 2 3 4 5 6. മെയിൻ ചെയിലത്തെ നമ്പർ ഓഫ് കാർബൺ ആറ്റം എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, മെയിൻ ചെയിലത്തെ നമ്പർ ഓഫ് കാർബൺ ആറ്റം എന്ന് പറയുന്നത് 6 ആണ്. ഇതിനടുത്ത വാട്ട് ഇസ് ദ നെയിം ഓഫ് ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ്. ഇവിടുത്തെ ബ്രാഞ്ച് ഏതാണ്? CH2 CH3 ആണ്. അപ്പം ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ നെയിം എന്നാണ്? ഓക്കെ, CH2 CH3 പറയുമ്പോൾ ഏത് ഗ്രൂപ്പാണ് വരുന്നത്? ഈഥൈൽ ഗ്രൂപ്പാണ്. ഓക്കെ ആണോ? ഇനി എന്താ പറയുന്നത്? റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ട് IUPAC നെയിം എഴുതാനാണ് പറയുന്നത്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെ നമ്പർ ചെയ്യുന്ന സമയത്ത് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന നോക്കാം. CH3 CH2 CH CH2 CH3 CH3 CH2 CH3. നമുക്ക് ഇങ്ങനെ നമ്പർ ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6. ഇങ്ങനെ ആവുന്ന സമയത്ത് ബ്രാഞ്ചിന് കിട്ടുന്ന നമ്പർ എത്രയാണ്? ഇങ്ങനെ ആവുന്ന സമയത്ത് ബ്രാഞ്ചിന് കിട്ടുന്നത് 4 ആണ്. ഇനി തിരിച്ചിട്ടാണ് നമ്പർ ചെയ്യുന്നെങ്കിലോ? ഇനി തിരിച്ചിട്ടാണ് നമ്മൾ നമ്പർ ചെയ്യുന്നെങ്കിലോ? നമുക്ക് അതും കൂടെ നോക്കി നോക്കാം. ഒരു മിനിറ്റ്. എല്ലാം കൂടി നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാൽ മനസ്സിലാവണമെന്നില്ലല്ലോ. അപ്പൊ ഇങ്ങനെ നമ്പർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ബ്രാഞ്ചിന് കിട്ടുന്ന നമ്പർ 4 ആണെന്ന് മനസ്സിലായി. ഇത് വൃത്തിക്ക് ഒന്നും കൂടി ഇവിടെ വരച്ച് ചെയ്താണ് നല്ലത്. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയാലോ, സ്ട്രക്ചർ മനസ്സിലാവുന്നില്ലെങ്കിലോ. അപ്പം ഒന്നുകൂടെ വരക്കാം. CH3 CH2 CH2 CH3 CH3. ഇത് വായിച്ചാളേ. CH3 CH2
CH3. ഓക്കെ, നമുക്ക് എങ്ങനെ നമ്പർ ചെയ്യാം? ഇങ്ങനെ നമ്പർ ചെയ്യുന്നെങ്കിൽ 1 2 3 4 5 6 കിട്ടും. ഇവിടെ ഇപ്പം ബ്രാഞ്ചിൽ കിട്ടിയ നമ്പർ പറയുന്നത് 3 ആണ്. ഇനി ഇങ്ങനെയാണെങ്കിലോ 1 2 3 4 ആണ് കിട്ടുന്നത്. അപ്പം മറ്റേ വരുമ്പോൾ 4 ആണ് കിട്ടുന്നത്. അപ്പം ബ്രാഞ്ച് ഏറ്റവും ലോവസ്റ്റ് നമ്പർ ഏതാണ്? 3 ആണ്. അപ്പം 3 ഈതയിൽ എത്ര കാർബണാറ്റാ ഉള്ളത്? 6 ഉള്ളത്. 3 ഈതയിൽ ഹെക്സേൻ ആണ് ഇതിന്റെ നെയിം കിട്ടുന്നത്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് കാരണം ഇത് ഡൗട്ട് വരാൻ പാടില്ല. ഒരിക്കൽ കൂടി പറയാം. ശരിക്കും നമ്മളിവിടെ മെയിൻ ബ്രാഞ്ച് ആയിട്ട് എടുക്കുന്നത് ഏതാണ്? ഇതാണ് നമ്മൾ ഇതിൽ മെയിൻ ബ്രാഞ്ച് ആയിട്ട് എടുക്കുന്നത്. ഇവിടെ നോക്കുന്നത് 1 2 3 4 5 6 6 കാർബണാറ്റിൽ ഇതിനെയാണ് നമ്മൾ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മെയിൻ ബ്രാഞ്ചിലത്തെ നമ്പർ ഓഫ് കാർബണാറ്റ് എന്ന് പറയുന്നത് 6 ആണ്. പിന്നെ നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇതിനെ മെയിൻ ബ്രാഞ്ച് ആയിട്ട് എടുക്കുന്ന സമയത്ത് ഇത് മെയിൻ ബ്രാഞ്ച് ആണെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പ്, ഇതാണ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേരെന്താണ്? CH2 CH3 ആവുമ്പോൾ CH2 CH3 ഗ്രൂപ്പാണ് എടുത്ത ആൽക്കൈൽ ഗ്രൂപ്പ്. അതിന്റെ പേര് പറയുന്നത് എന്താണ്? ഈതയിലാണ്. ഓക്കെ, അടുത്ത റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് പറയുന്നത്. IUPAC നെയിം എന്നാ വരുന്നത്? നമുക്ക് നോക്കിയാൽ അറിയാം. ബ്രാഞ്ചിന് ലോവസ്റ്റ് നമ്പർ കിട്ടണം എന്ന് പറയുന്നത്. ഇതാണ് ബ്രാഞ്ച്. ഈ ബ്രാഞ്ചിന് ലോവസ്റ്റ് നമ്പർ കിട്ടണമെങ്കിൽ 1 2 3 ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് 3 ആണ് കിട്ടുന്നത്. ഇനി ഇങ്ങനെയാണെങ്കിലോ തിരിച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 1 2 3 4 ആണ് ബ്രാഞ്ചിന് കിട്ടുന്ന നമ്പർ. കാരണം ഈ കാർബണായിട്ട് അറ്റാച്ച് ചെയ്ത് ഇതല്ലേ നമ്പർ, ഇതല്ലേ ബ്രാഞ്ച് പറയുന്നത്. അപ്പൊ ഇതിന് ഇപ്പൊ ഇങ്ങനെ നമ്പർ ചെയ്യുന്ന സമയത്ത് ഈ കാർബൺ കിട്ടുന്ന നമ്പർ 4 ആണ്. ഇങ്ങനെ ആവുന്ന സമയത്ത് 3 ആണ്. അപ്പൊ ഇന്ന് ലോവസ്റ്റ് നമ്പർ ഏതാണ്? 3 അല്ലേ ലോവസ്റ്റ് നമ്പർ. അപ്പം 3 ഈതൈൽ ഹെക്സേൻ. സോ ആൻസർ വരുന്നത് 3 ഈതൈൽ ഹെക്സേൻ ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പൊ ഇതോടുകൂടി നമ്മൾ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻ വിത്ത് 1 ബ്രാഞ്ച് ഇവിടെ ക്ലോസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു എങ്ങനെയാണ് നമ്മുടെ ആൽക്കെയിന് ഒരു ബ്രാഞ്ചിൽ ആൽക്കെയിന് നെയിം ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുകൂടാതെ നയൻത്തിൽ നിങ്ങൾ പഠിച്ചതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് 10th നമ്മുടെ ചാപ്റ്ററിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കാർബണിന്റെ വാലൻസി, ഹൈഡ്രോകാർബണിന്റെ ക്ലാസിഫിക്കേഷൻ, വേർഡ് റൂട്ട്, അതുപോലെ തന്നെ സിംഗിൾ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടുള്ള ഹൈഡ്രോകാർബണിന്റെ നോമൻക്ലേച്ചറും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുകൂടാതെ നമ്മുടെ ചാപ്റ്ററിലത്തെ നമ്മുടെ 10th ചാപ്റ്ററിലത്തെ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് വിത്ത് 1 ബ്രാഞ്ചിന്റെ നോമൻക്ലേച്ചർ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സെറ്റായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ അടിപൊളി വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് മറ്റേ വേർഡ് റൂട്ട് പഠിച്ചവരൊന്ന് കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 3 ഈതൈൽ ഒക്ടേന 3 ഈതൈൽ ഡെക്കേന്റെ സ്ട്രക്ചർ ശരിയായ സ്ട്രക്ചർ വരച്ചിട്ട് കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ശരിയായ ഏതാണോ ഫസ്റ്റ് കിട്ടുന്ന റൈറ്റ് ആൻസർ അത് ആ ആൻസർ പിൻ ചെയ്ത് വെക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യങ്ങളിലും വീഡിയോ കണ്ടവരെല്ലാം മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.